സൂര്യനേക്കാൾ ശോഭയുള്ളതാ എൻ കണ്ണുകളാൽ മുഖം കാണുന്നേ. സൂര്യനേക്കാൾ ശോഭയുള്ളതാ മരണപാതാളത്തിൻ ശക്തിയെ തകർത്ത താക്കോൽ കയ്യിലുള്ളൂ. മരണപാതാളത്തിൻ ശക്തിയെ തകർത്ത താക്കോൽ കയ്യിലുള്ളൂ. ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും സ്തുതികൾക്ക് യോഗ്യനേ അങ്ങ് മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ അങ്ങ് മാത്രം യേശുവേ. ദൈവം പോലെ ഏഴു പൊൻവിളക്കിന്നടുവിൽ ഏഴ് പൊൻവിളക്കിന്നടുവിൽ കണ്ണുകൾ തുറന്നു ഞാൻ കാണും. കണ്ണുകൾ തുറന്ന് ഞാൻ നോക്കി. ഏഴു പൊൻവിളക്കിന്നടുവിൽ ഏഴ് പൊൻവിളക്കുകൾ നടുവിൽ നീലയങ്കി ധരിച്ച പ്രിയൻ നിലയങ്കി ധരിച്ച ഒരുവനെ ഞാൻ കണ്ടു. മാറത്ത് പൊൻകച്ച കിട്ടിയവനായി നിലയങ്കി ധരിച്ച നീലയങ്കി ധരിച്ച പ്രിയൻ മാറത്ത് പൊൻകച്ച കിട്ടിയോൻ. യേശു പറഞ്ഞു ആദ്യനും അന്ത്യനും ഞാനാണ്. ആൽഫയും ഒമേഗയും ഞാൻ തന്നെയാണ്. ഓ ആദ്യനും യേശു അന്ത്യനും ആൽഫയും ഒമേഗയും സ്തുതികൾക്ക് യോഗ്യനേ മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ അങ്ങ് മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ അങ്ങ് മാത്രം യേശുവേ. 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഏത് സമയത്തും ആശ്രയിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവ് മാത്രമേ ഉള്ളൂ. യേശ് എനിക്കെന്നും മതിയായവനായ ഒരുവനുണ്ടെങ്കിൽ യേശു മാത്രം. ഏതവസ്ഥയ്ക്കും മതിയായവനായവൻ യേശുവാണ്. ഇന്ന് രോഗമായിരിക്കാം, ഒരുപക്ഷെ നിരാശയായിരിക്കാം, സാമ്പത്തിക വിഷയമായിരിക്കാം, എന്തുമാകട്ടെ ഇന്ന് നേരിടുന്ന എന്ത് പ്രശ്നമാണെങ്കിലും ഇന്ന് നമുക്ക് മതിയായവനായ ഒരുവനുണ്ടെങ്കിൽ ആ യേശുവാണ്. സ്തോത്രം. ഇന്ന് ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടി വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നൊരു പാറയുണ്ടെങ്കിൽ ആ കർത്താവ് മാത്രമേ ഉള്ളൂ. ആപത്തിലും രോഗത്തിലും
വലിയ പ്രയാസങ്ങളിലും ഭാരമേറിയ വിഷയങ്ങളിലും വാതിൽ തുറക്കാതിരിക്കുന്ന മണ്ഡലങ്ങളിലും അടഞ്ഞ സ്ഥലങ്ങളിലുമൊക്കെ നമ്മളെ മുന്നോട്ട് വഴി നടത്താൻ കഴിയുന്നവരുമാണ് യേശു മാത്രമേ ഉള്ളൂ. അതേ കാൽവരിയുടെ ക്രൂശിൽ ഒരു പുതുവഴിയായി കർത്താവായ യേശു ക്രിസ്തു തീർന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് ജീവൻ, ഞാൻ തന്നെയാണ് സത്യം. അതേ മുൾമുടി സ്വന്തം ശിരസിൽ ഏറ്റെടുക്കുവാൻ, എൻ്റെ വേദന സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റെടുക്കുവാൻ തയ്യാറായൊരു കർത്താവ്. അതേ ആ വേദന പൂർണ്ണമായിട്ടും കർത്താവ് ഏറ്റെടുത്തു. ചില വേദപണ്ഡിതന്മാർ പറയുന്നത് കർത്താവ് കയ്പുള്ള ആ വീഞ്ഞ് കലർത്തി കർത്താവിന് കൊടുക്കുമ്പോൾ കർത്താവ് അത് കുടിച്ചാൽ അല്പം വേദന കുറയും, അതിനുവേണ്ടിയാണ് പലപ്പോഴും കൊടുക്കുന്നത്. എന്നാൽ തിരുവചനം പറയുന്ന അവൻ വായിൽ രുചിച്ചു നോക്കിയുള്ളത് താഴോട്ട് ഇറക്കുവാൻ തയ്യാറില്ല. കാരണം ആ വേദന മുഴുവൻ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ശരീരത്തിന് ആ പൂർണ്ണമായും വേദന കർത്താവ് ഏറ്റെടുത്തത് നമ്മുടെ ശരീരത്തിൻ്റെ വേദനകളെ മാറ്റുവാനാണ്, എൻ്റെ മനസ്സിൻ്റെ വേദനയെ മാറ്റുവാനാണ്, എൻ്റെ ആത്മാവിൻ്റെ വേദനയെ മാറ്റുവാനാണ്. അവൻ ആദ്യനാണ്, ആ കർത്താവ് അന്ത്യനാണ്. ദിവ്യ സ്നേഹത്തിൻ്റെ ഉറവയായവൻ, 10,000 ശ്രേഷ്ഠനായവൻ, സ്തുതിക്ക് യോഗ്യനായവൻ. ഈ മരുയാത്രയിൽ ഇന്ന് ആശ്രയിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ പ്രതികൂലങ്ങൾ ഓരോ നിമിഷം പലപ്പോഴും കടന്നു വരുമ്പോഴും അതിന് മധ്യേയും ആ പ്രതികൂലത്തിന് മധ്യേ മേഘസ്തംഭമായി എൻ്റെ കൂടെ നടക്കുന്നൊരു കർത്താവുണ്ട്. രാത്രി അഗ്നി തൂണായി, അതേ രാത്രികാലം അഗ്നി തൂണാണ് ആവശ്യം. തണുപ്പാണ് രാത്രിയിൽ, അത് മാറ്റാൻ അവൻ രാത്രിയിൽ അഗ്നി തൂണായി മാറും. പകൽ കൊടും ചൂടാണ്, അത് മാറ്റുവാൻ അവൻ മേഘസ്തംഭമായി മാറും. അത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആവശ്യത്തിൽ എന്നോട് കൂടിയിരിക്കുന്ന മതിയായവൻ ഒരുവനുണ്ടെങ്കിൽ അനുദിനം ഒരു ദിവസം പോലും കുറയാതെ ദൈവം അവരെ വഴി നടത്തിക്കൊണ്ടിരുന്നു. എൻ്റെ ക്ലേശമെല്ലാം ഇന്ന് കർത്താവിന് എടുത്തു മാറ്റുവാൻ കഴിയും. ഏത് ഭാരവും നമ്മുടെ കർത്താവിന് എടുത്തു മാറ്റാൻ കഴിയും. ഒരുമിച്ച് ചേർന്ന് ആ കർത്താവിനെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്താം. അവൻ രാജാവായി ഈ ദിവസങ്ങൾ കടന്നു വരാൻ സമയമായിരിക്കുന്നു. ഒരുമിച്ച് ചേർന്ന് ആ കർത്താവിന് മഹത്വം കൊടുക്കാം. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനിൽ മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനിൽ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എൻ്റെ വേദനയും സർവ്വം നീക്കിയെന്ന് പുതുജീവൻ പകർന്നവനാ. എൻ്റെ വേദന സർവ്വം നീക്കിയെന്ന് പുതുജീവൻ പകർന്നവനാ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, യേശു എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. ഒരുമിച്ച് പാടാം. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. അവനാനരുമന്ധ്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. അവനാദ്യനുമന്ധ്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ, സത്യനാം വന്ധ്യനാം നായകൻ. 10,000 അതിശ്രേഷ്ഠനവൻ, സത്യനാം വന്ധ്യനാം നായകൻ. 10,000 അതിശ്രേഷ്ഠനവൻ, സത്യനാം വന്ധ്യനാം നായകൻ. എൻ്റെ യേശു എനിക്ക് നല്ലവൻ. എൻ്റെ യേശു എന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്ക് നല്ലവൻ, എനിക്ക് നല്ലവനാണ്. എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. യേശു ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ
പ്രതികൂലങ്ങൾ അനുനിമിഷം മറുയാത്ര അതികഠിനം. പ്രതികൂലങ്ങൾ അനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തുണായി അങ്ങേ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തുണായി എന്നെ അനുദിനം. വിശ്വാസത്തോടെ പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തുണായി എന്നെ അനുദിനം വഴി നടത്തും. യേശു എന്റെ യേശു എനിക്ക് നല്ലവനാണ്. അവൻ ഇന്നും നാളെയും എപ്പോഴും. യേശു എനിക്ക് നല്ലവൻ. യേശു എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനവേ യേശു മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനവേ യേശു മതിയായവൻ. വൻ പ്രയാസങ്ങളിൽ മാനവേ അവൻ മതിയായവൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. പ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. യേശു രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. യേശു രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എന്റെ യേശുവേ, ഒരുമിച്ച് പാടാം. എനിക്ക് നല്ലവനാണ്, വല്ലഭനാണ്. എന്റെ യേശു എനിക്കു നല്ലവൻ. യേശു എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതി. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ അവൻ മതിയായവനാണ്. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ യേശു സൗഖ്യമാകുന്നു. ആപത്തിൽ രോഗങ്ങളിൽ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കു നല്ലവൻ. യേശു അവൻ ഇന്നുമെന്നും മതിയായവൻ. ഇന്നുമെന്നും യേശു നിൽക്കു നല്ലവൻ. അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങൾ. വിശ്വാസത പാടാം. വിശ്വാസമേ. ആപത്തിൽ രോഗത്തിൽ വൻ ഏത് രോഗവും ഏതാപത്തിലും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ എൻ മനമേ ഹല്ലേലൂയ. മതിയായവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മതിയായവനായ കർത്താവാണ്. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ ഇന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്റെ കാലുകളെ അവൻ വിടുവിക്കുന്ന ദൈവമുണ്ട്. എൻ്റെ കരം നീട്ടിപ്പിടിച്ച് പെരുവെള്ളത്തിൽ നിന്നും എന്നെ ഉയർത്തുന്നൊരു കർത്താവുണ്ട്. എത്ര ആഴങ്ങളിലേക്ക് ശത്രുവിനെ കൊണ്ടുപോയാലും അവിടെ നിന്ന് ഉയർത്താൻ കഴിയുന്ന ദൈവമുണ്ട്. എല്ലാം തീർന്നു കഴിഞ്ഞാലും അതേ പാതാളത്തോളം താന്നു പോയപ്പോൾ ശത്രു വിചാരിച്ചു ഇനി പുറത്തു വരത്തില്ലെന്ന്. എന്നാൽ പാതാളത്തെ തകർത്ത് ഒരുവൻ പുറത്തു വന്നു. ആ കർത്താവിനെ ഇന്ന് എന്നെ വിടുവിക്കുക. എൻ്റെ ദൈവം ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം എൻ്റെ ശൈലമാണ്, ദൈവം എൻ്റെ കോട്ടയാണ്, ദൈവം എൻ്റെ ഉറപ്പുള്ള പാറയാണ്. എൻ്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലമാണ്. അവിടെ പറയുന്നു എൻ്റെ ശൈലമാണ്, എൻ്റെ കോട്ട. ഹീസ് മൈ റോക്ക്, എൻ്റെ കോട്ടയാണ്. സ്തോത്രം. ഹീസ് മൈ ഫോർട്രസ്. അവിടെ പറയുന്നു എൻ്റെ വിടുതൽ, എന്നെ വിടുവിക്കാൻ എൻ്റെ രക്ഷകനാണ്, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയാണ്.
ഗോഡ് ഇസ് മൈ സ്ട്രെങ്ത് ഹൂം വിൽ ഐ ട്രസ്റ്റ്. എൻ്റെ പരിചയം എന്നെ സംരക്ഷിക്കുന്നവനും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും എൻ്റെ ദൈവമാകുന്നു. സ്തോത്രം. ഇന്ന് വിശ്വാസത്തോടെ നമുക്ക് കർത്താവിന് പറയാം, കർത്താവേ ആമേൻ. മറ്റെങ്ങും ചെന്നാലും ഒരിടത്തും വിടുതലില്ലാത്ത ഏത് വിഷയമാണെങ്കിലും ഇന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ അവിടെ വിടുതലുണ്ട്, അവിടെ സംരക്ഷണമുണ്ട്, അവിടെ ജയമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കേട്ടതുപോലെ സങ്കീർത്തനം 27:1 നമ്മൾ വായിക്കുന്നു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു, യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ ഭയപ്പെടും. സങ്കീർത്തനം ദാവീദ് എഴുതിയ സങ്കീർത്തനം ആണല്ലോ. ഹല്ലേലൂയ. ദാവീദ് പലപ്പോഴും ഭയപ്പെട്ടപ്പോഴെല്ലാം ഹല്ലേലൂയ ദാവീദിന് കോട്ടയായിരുന്നത് കർത്താവായിരുന്നു. ഹല്ലേലൂയ. കോട്ട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സെക്യൂർ പ്ലേസാണ്. ഹല്ലേലൂയ. അവിടെ നമുക്ക് സുരക്ഷിതമുണ്ട്, അവിടെ നമുക്ക് പ്രൊട്ടക്ഷനുണ്ട്. പലപ്പോഴും ദാവീദിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒത്തിരി ശത്രുക്കൾ ദാവീദിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ദാവീദിനെ മനസ്സിലായത്, ദാവീദിൻ്റെ അനുഭവത്തിലൂടെ ദാവീദ് തിരിച്ചറിഞ്ഞത്, യഹോവ എപ്പോഴും ഹല്ലേലൂയ എൻ്റെ വെളിച്ചവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. ഹല്ലേലൂയ. യഹോവ എൻ്റെ ജീവൻ്റെ ബലം. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന ദ ലോർഡ് ഇസ് എ സ്ട്രോങ് ഹോൾഡ് ഓഫ് മൈ ലൈഫ്. അല്ലെങ്കിൽ നമ്മുടെയും അല്ലെങ്കിൽ സങ്കേതവും നമ്മുടെയും സ്ട്രോങ് ഹോൾഡ് നമ്മുടെ കർത്താവാണ്, നമ്മുടെ പാറയാ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷയം വന്നാലും ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമുക്കുണ്ട്, ഉറപ്പുള്ള പാറയായിട്ട് നമുക്ക് കർത്താവുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 18 നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും. ഹല്ലേലൂയ. എൻ്റെ പരിചയം, എൻ്റെ രാജാവും എൻ്റെ കൊമ്പും, എൻ്റെ രക്ഷയും എൻ്റെ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. ഹല്ലേലൂയ. നാം ശരണമാക്കുന്ന പാറ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഒരു മനുഷ്യനെ അല്ല നമ്മൾ ശരണമാക്കുന്നത്, നമ്മളെ ശരണമാക്കുന്ന ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ഉറപ്പുള്ള പാറയാണ്, നമ്മുടെ സ്ട്രോങ് ഹോൾഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, ഞാൻ ആരെ പേടിക്കും, കർത്താവ് നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ കഷ്ടകാലത്തിൽ നല്ല തുണയായിട്ട് നമുക്കുണ്ട്. ഹല്ലേലൂയ. നാഹൂമിൻ്റെ പുസ്തകത്തിൽ 1:7 വായിക്കുന്നു, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു. ഹല്ലേലൂയ. അവനെ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഹല്ലേലൂയ. ആരൊക്കെയാണോ കർത്താവിനെ ആശ്രയിക്കുന്നത് അവരെ കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കഷ്ടദിവസത്തിൽ നമുക്ക് ശരണം നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ കൈകളിലല്ലയോ നീമനൈകളിലല്ലയോ യേശുവിൽ ഞാൻ ചാരിടും, തീരമാലകളും ആ തീരമ്പും നേരത്തും, ആഴികളും തീരമാലകളും ആ തീരം നിന്നെത്തും. വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം, വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം, നിന്റെ കൈകളിലല്ലയോ നീലനഞ്ഞ നിന്ദാസ, നിന്റെ കൈകളിലല്ലയോ നീലനഞ്ഞ നിന്ദാസ. കവിഞ്ഞു പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞു, ശാന്തത നൽകിയ ദൈവം വെള്ളങ്ങൾ മീതെ കവിഞ്ഞു, പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞു, ശാന്തത നൽകിയ ദൈവം. വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം, വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്ദാസ, നിന്റെ കൈകളിലല്ല
നീ മെനഞ്ഞ നിന്ദാസർ. ശോധനയിൽ സ്നേഹമെന്തു ഞാനറിഞ്ഞു. കൂരിരുൾ മൂടിയ വാനിൽ എന്നെ നയിച്ചു. ഭൂവിലെ വാസം തീരും വരെയും വല്ലഭൻ പണിയും തിരുഹിതം പോ. ഭൂവിലെ വാസം തീരും വരെയും വല്ലഭൻ പണിയും തിരുഹിതം പോൽ. വല്ലഭനീ ശൈലം വല്ലഭനീ കോട്ട. വല്ലഭനീ ശൈലം നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്ദാസർ. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്ദാസർ. വല്ലഭനീ കോട്ട വല്ലഭനീ ശൈലം വല്ലഭനീ കോട്ട വല്ലഭനീ ശൈലം നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിന്ദാസർ. നിന്റെ കൈകളിലല്ലയോ മെനഞ്ഞ നിന്ദാസർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതിരിക്കുമ്പോൾ ഏതവസ്ഥയിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. അവിടെ വല്ലാത്തൊരവസ്ഥയിലാണ് സങ്കീർത്തനക്കാരനായിരിക്കുന്നത്. അവർ പറയുന്നു, ദൈവം അദ്ദേഹത്തിന് വേണ്ടി, ദാവീദിൻ്റെ സങ്കീർത്തനമാണെന്ന് പറയപ്പെടുന്നു. അവിടെ പറയുന്നു, സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും. അതെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നൊരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിന് മേൽ വെളിപ്പെടണമെങ്കിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാകണം. വിളിച്ചപേക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരുന്നൊരു കർത്താവുണ്ട്. അവിടെ പറയുന്നത്, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഞാൻ രക്ഷ പ്രാപിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി. കഷ്ടതയിൽ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു. കഷ്ടതയിൽ യഹോവയെ വിളിച്ചപേക്ഷിക്കാൻ തയ്യാർ. മനുഷ്യനല്ല, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തിരുവചനം പറയുന്നു, അവൻ്റെ മന്ദിരത്തിൽ നിന്നും ദൈവം അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ഭൂമി ഞെട്ടിവിറച്ച് കർത്താവ് അവിടെ ഇറങ്ങി വരികയാണ്. ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി തൻ്റെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ നാളുകൾ കാത്തിരുന്ന ഒരു വിടുതലിന് വേണ്ടി, പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ ദൈവത്തിന് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. കർത്താവിൻ്റെ കരം തൻ്റെ ഭക്തന് വേണ്ടി ചലിക്കുകയാണ്. അവിടെ പറയുന്നു, യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി, അത്യുന്നത നാദം കേൾപ്പിച്ചു. അവിടെ വലിയൊരു ദൈവിക വിടുതൽ. ഉയരത്തിൽ നിന്ന് എൻ്റെ കൈ നീട്ടി എന്നെ പിടിച്ചു. എത്ര വലിയ ആഴത്തിനാണെങ്കിലും എന്നെ കൈ പിടിച്ച് എന്നെ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ പകച്ചവടെ, 17-ാം വാക്യം പറയുന്നു, പകച്ചവടെ പക്കൽ നിന്ന് എന്നെ വിടുവിച്ചു. അത് എത്ര വലിയ ശത്രു നമ്മളെ അമർച്ച ചെയ്യുവാൻ ശ്രമിച്ചാലും, നമ്മളെ തകർക്കുവാൻ ശ്രമിച്ചാലും, ഒരു രോഗമായിരിക്കാം, ഭാരമായിരിക്കാം, ഒരുപക്ഷെ മാനസിക വിഷയമായിരിക്കാം,
അവിടെ ശത്രു പല രീതിയിൽ നമ്മളെ തകർക്കുവാൻ നോക്കും, നമ്മളെ വിഷമിപ്പിക്കാൻ നോക്കും. അവിടെ പറയുന്നത് അവർ എന്നെക്കാലം ബലമേറി, എത്ര വലിയ ശത്രു, എത്ര ശക്തി കേന്ദ്രമാണെങ്കിലും തിരുവചനം എൻ്റെ അനർത്ഥ ദിവസത്തിൽ, ഹല്ലേലൂയ, എൻ്റെ അനർത്ഥ ദിവസത്തിൽ ദൈവം എനിക്ക് തുണയായിരുന്നു. അവിടെ പറയുന്നത് എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവമാണ്. ഇടുങ്ങുന്ന ഞെരുങ്ങുന്ന അനുഭവങ്ങളിൽ നിന്നും വിശാലതകളെ നൽകാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നു. അതേ, യഹോവയുടെ എൻ്റെ കാരണമുണ്ട്. ആമേൻ. എൻ്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി. ദൈവത്തിന് വേണ്ടി നീതിയോടെ നിൽക്കാൻ തയ്യാറാണോ? ചില കാത്തിരിപ്പിൻ്റെ സമയം ഉണ്ടായിരിക്കാം, പക്ഷേ അവിടെ പറയുന്നു എൻ്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എൻ്റെ ദൈവം എനിക്ക് പകരം. നമ്മുടെ കരങ്ങൾ വെടിപ്പാണോ? നമ്മുടെ ഹൃദയങ്ങൾ വെടിപ്പാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പകരം നൽകുന്നത്. എത്ര ആ കഷ്ടങ്ങളിലൊക്കെ ദൈവത്തിനോടുള്ള വിശ്വാസം ആമേൻ നഷ്ടപ്പെടാതെ അത് ദാവീദ് നിൽക്കുവാൻ തയ്യാറായി. പലപ്പോഴും ദൈവഹിതമല്ലാതെ ചെയ്യണമെന്ന് തോന്നി, പക്ഷെ അതെല്ലാം വിട്ടിട്ട് കഥാവിന് വചനത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായി. ദൈവം എന്താണ് എന്നോട് പറയുന്നത്, അത് ഞാൻ ചെയ്യാൻ തയ്യാറായി. യഹോവയുടെ വഴികളെ ഞാൻ പ്രമാണിച്ചു, ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. അവിടെ പറയുന്നു അവൻ്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ കാര്യം ഈ ദിവസങ്ങൾ നമുക്ക് വേണ്ടി ചലിക്കും. ഒരു കുറുക്ക് വഴിക്കും പോയില്ല, ദൈവസന്നിധിയിൽ വിശ്വാസ കാത്തിരുന്നു. അവൻ്റെ മുമ്പേ ഞാൻ നിഷ്കളങ്കനായിരിക്കുക. ആമേൻ. അബ്രഹാമേ, നീ നിഷ്കളങ്കനായിരിക്കുക. അവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്ന കാര്യമുണ്ട്, നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ നിഷ്കളങ്കനായി നടന്നാൽ മതി. നീ ഹല്ലേലൂയ അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. അതെ, പലരോടും എനിക്ക് പകരം ചെയ്യണമെന്നുണ്ട്, പക്ഷേ കഥാവിന് വചനം പറയുന്നത് ദൈവം നമുക്ക് ദൈവമാണ്. പ്രതികാരം ദൈവത്തിൻ്റെ, നമുക്ക് ചെയ്യാനല്ല, കഥാവാണ് നീതിയോടെ തക്ക സമയം നീതി പ്രകാരം എൻ്റെ കയ്യാൽ എൻ്റെ കൈക്കുള്ള വെടിപ്പിൻ പ്രകാരം എനിക്ക് പകരം നൽകി. അതേ, എനിക്ക് പകരം നൽകുന്ന ദൈവമുണ്ട്. ആ ദൈവസന്നിധി അവിടെ പറയുന്നത് ദയാലുവോട് ദൈവം ദയാലുവാകുന്നു. പലപ്പോഴും വിടുതലായിരിക്കും നമ്മൾ ചുറ്റുമുട്ടുള്ളവരോട് ദയ കാണിക്കുന്നുണ്ടോ? അടുത്തുള്ളവരോട് നമ്മൾ ദയ കാണിക്കുന്നുണ്ടോ? നമ്മുടെ മുമ്പിൽ സഹായത്തിന് വേണ്ടി നിൽക്കുന്നവരോട് ദയ കാണിക്കുന്നുണ്ടോ? നമുക്ക് മറ്റുള്ളവരോട് പല ഹൃദയ കാഠിന്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ അവിടെ പറയുന്നു ദൈവവും അവരോട് ദയാലു ആയിരിക്കുക. നിഷ്കളങ്കനാണോ? ദൈവം നമുക്ക് നിഷ്കളങ്കനായിരിക്കും. നിർമ്മലനാണോ? ദൈവം നമുക്ക് വേണ്ടി നിർമ്മലനായിരിക്കും. നമ്മൾ വക്രത കാണിക്കുന്നുണ്ടോ? അവിടെ ദാവീദ് പറയാണ്, എൻ്റെ അനുഭവം അനുസരിച്ച് ദൈവം അവൻ വക്രത കാണിക്കുന്നു എന്ന് തിരുവചനം പറയുന്നത്. ദൈവം നേരായി നടക്കുന്നവനെ ദൈവം ഒരിക്കലും കൈവിടുന്നത്. എളിയ ജനത്തെ നീ രക്ഷിക്കും. എളിയവനായ താഴ്മയിൽ നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തിക്കളയും, പക്ഷേ എളിയവരെ ദൈവം ഉയർത്തുന്ന ദൈവത്തെ നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ഇരുട്ടിൻ്റെ അനുഭവമാണോ? ദാവീദ് പറയുന്നു, അവൻ എൻ്റെ ദീപത്തെ കത്തിക്കുക. എൻ്റെ ദൈവമായ യഹോവേ അന്ധകാരത്തെ പ്രകാശമാക്കി. എൻ്റെ എത്ര വലിയ അന്ധകാരമാണെങ്കിലും ഇന്ന് ആ അന്ധകാരത്തെ പ്രകാശമാക്കുവാൻ കഴിയുന്ന ദൈവമുണ്ട്. അവിടെ പറയുന്നു അതിൻ്റെ അന്ത്യത്തിൽ എൻ്റെ ശക്തി വർദ്ധിച്ച് ഞാൻ പടക്കൂട്ടത്തിന് നേരെ ഭാഞ്ഞിയല്ലോ. അത് പെട്ടെന്നൊരു ശക്തി അദ്ദേഹത്തിന് മേൽ ദാവീദിൻ്റെ മേൽ കടന്നു വരികയാണ്. എൻ്റെ ദൈവത്താൽ ഞാൻ മതിലിനെ ചാടിക്കടക്കും. ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്. ദൈവം എന്നെ ആ വഴിയൂടെ നടത്തും. ആ വചനം ഊതിക്കഴിച്ച് ആ വചനത്തിന് ആശ്രയിക്കാൻ തയ്യാറാകണം. ശരണമാക്കുക. ഏവർക്കും ദൈവം പരിചയമാണ്. ദൈവം പരിചയമായി നിൽക്കും. ശത്രു എന്നെ തകർക്കത്തില്ല. എത്ര വലിയ കൂരമ്പുകൾ എൻ്റെ ഹൃദയത്തിന് നേരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തകർന്നു പോകത്തില്ല. യഹോവയല്ലാതെ നമുക്ക് ആരുള്ളൂ? സ്തോത്രം. ദൈവമല്ലാതെ നമുക്ക് ആരുള്ളൂ? ആ പാറയല്ലാതെ എനിക്ക് ആരുള്ളൂ? എനിക്ക് ശക്തി കൊണ്ട് എന്നെ അറിയാം. ഇന്ന് ശക്തീകരിക്കുന്ന ദൈവമുണ്ട്. കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കുന്ന ദൈവമുണ്ട്. ഗിരികൾ നിൽക്കുമാറാക്കുന്ന ദൈവമുണ്ട്. കരങ്ങൾ നിന്റെ ചിറകുകളിൽ നിഴലിൽ ആനന്ദം പകരുന്നു നീ. നിന്റെ ചിറകുകളിൽ മറവിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ഓ വിശ്വസ്തനും ഹല്ലേലൂയ തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും തുണയായോനും ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. Oh, we worship you, Lord. Worship you, Lord. Worship Him today. Aradhana Nike, Aradhana Nike, Aradhana Nike. Ennikkum Devam Niye, Ente Pareyagam Yeshunatha. Ennikkum
കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും, മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നെന്നും സ്തുതി നിനക്ക്. ഒരുമിച്ച് പാടാം. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നെന്നും സ്തുതി നിനക്ക്. ആരാധന. ബലവും നിറഞ്ഞവനേ, എന്നെന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങേക്ക്, അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക്. worship him. ആരാധന അങ്ങേക്ക്. Jesus, we worship you, Lord. അങ്ങേ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മധ്യേ കർത്താവ് കൂട്ടിവരുത്തിയ പ്രിയ കർത്തൃദാസനെ ഓർത്ത് ദൈവത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദേവദാസന് ആദ്യമായിട്ടാണ് നമ്മുടെ മധ്യയെ കടന്നു വരുന്നത്. ഞങ്ങൾ തമ്മിൽ മുഖാമുഖം കണ്ടിട്ടില്ല എങ്കിലും പ്രിയ ദേവദാസൻ്റെ യൂട്യൂബിലെ ചില ശുശ്രൂഷകൾ ഞാൻ കാണുവാനിടയായി, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുവാനിടയായി. ഞാൻ അധികം സമയമെടുക്കുന്നില്ല. ശേഷമായ സമയം പ്രിയ കർത്തൃദാസന് വേണ്ടി വേർതിരിക്കുന്നു. പ്രിയ ദേവദാസൻ്റെ പേര് റെൻസൺ ജോസ്, പാസ്റ്റർ റെൻസൺ ജോസ് എന്നാണ്. പ്രിയ ദേവദാസന് സാക്ഷ്യത്തിലൂടെ വചനത്തിലൂടെ തുടർന്ന് സംസാരിക്കും. നമുക്ക് പ്രാർത്ഥനയോടുകൂടിയായിരിക്കും. വെൽക്കം പാസ്റ്റർ. കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാം തകർക്കപ്പെട്ട് അങ്ങനെ മുൻപോട്ട് പോവുകയായിരുന്നു. ഞങ്ങൾ ഓർത്തഡോക്സ് ആണെങ്കിലും പത്തനംതിട്ടയിൽ ഓമല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഓമല്ലൂർ അമ്പലത്തിന്റെ ജംഗ്ഷൻ എന്ന് പറയുന്ന ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രം ഓമല്ലൂരെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ RSSന്റെയും BJPയുടെയും പ്രവർത്തനങ്ങൾക്കെല്ലാം ഓർത്തഡോക്സുകാരനായ എൻ്റെ പിതാവ് മുൻനിരയിലേക്ക് പോവുകയും അങ്ങനെ കടുത്ത മദ്യപാനത്തിലേക്ക് എൻ്റെ പിതാവായി തീരുകയും ചെയ്തു. അങ്ങനെ എൻ്റെ അമ്മ എനിക്കില്ല, എൻ്റെ അപ്പൻ കുടിച്ചിട്ട് വീട്ടിൽ വരും. അങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ ദൈവത്തിന് സ്തോത്രം മാനസികമായിട്ട് തകർക്കപ്പെട്ടവനായി ഞാൻ തീർന്നു. എന്നാൽ ഞാൻ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിച്ചില്ല. കർത്താവിന്റെ സ്നേഹം ഞങ്ങളെ തേടി എത്തി. യേശുവിനെ കുറിച്ചുള്ള സ്നേഹം, ഈ കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്നും സ്നേഹിക്കുന്ന ദൈവമാണെന്നും എൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ കേട്ടു. അന്നു മുതൽ പ്രാർത്ഥിക്കാനും ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ബന്ധത്തിലും വന്നു. എൻ്റെ മമ്മി തിരിച്ചു വന്നു. ഒരു ഏകദേശം 9 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആണ് എൻ്റെ മമ്മി തിരിച്ചു വരുന്നത്. ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ ഏകദേശം 9 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അതിന്റെ കാരണം തന്നെ തിരിച്ചു വന്നതിന് ശേഷം ഉണ്ടായതാണ് എൻ്റെ മമ്മി. അന്നു മുതൽ ഞാൻ കർത്താവുമായിട്ടുള്ള ഒരു ഹൃദ്യമായ ബന്ധത്തിലേക്ക് പോവുകയും ദൈവവചനം പഠിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ആലോചനകളിലൂടെയും നീ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഉള്ളവനാണെന്ന് ദൈവം എന്നോട് ഇടപെട്ടു. ഞാൻ പഠിക്കാനൊക്കെ മുൻനിരയിലായിരുന്നു. ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് 90% മാർക്ക് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവിന്റെ വേലയുടെ വിളി എൻ്റെ മേൽ വന്നതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം ദേശത്ത് തന്നെ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് 48 കുടുംബങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഏകദേശം 120ഓളം പേര് ദൈവത്തിന്റെ സ്തോത്രം ആരാധനയ്ക്ക് പങ്കെടുക്കുന്നു. എല്ലാം എൻ്റെ നാട്ടുകാരാണ്. ജനിച്ചു വളർത്തപ്പെട്ട നാട്ടിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇതല്ല ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 2001 ഞാൻ അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിലേക്ക് വരുന്നത്. 2001 ദൈവകൃപയിലേക്ക് വന്ന് 2007 മുതൽ 2011 വരെ അടൂരുള്ള മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി എന്ന് പറയുന്ന ഒരു സെമിനാരിയിൽ സറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ BD എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാൻ ചെയ്തു. നന്നായിട്ട് ഒരു തിയോളജിക്കൽ സ്റ്റഡി എനിക്ക് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ദൈവവചനം പഠിപ്പിക്കാനും ശുശ്രൂഷകൾക്കുമൊക്കെ ഇങ്ങനെ മുൻപോട്ട് പോയി. ധാരാളം അറിവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടി. പക്ഷേ കാലങ്ങൾ കുറച്ച് മുമ്പോട്ട് പോയി. കുറെ പേരൊക്കെ വിശ്വാസത്തിൽ വന്നു, സ്നാനപ്പെട്ടു, കുറെ പേരെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ ദൈവം ഇടയാക്കി. അങ്ങനെയൊക്കെ ദൈവം ഉപയോഗിച്ചു. പക്ഷേ 2016 മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഭയങ്കരമായ ഒരു ശൂന്യത ഞാൻ അനുഭവിച്ചു. ഞാൻ ഈ ചെയ്യുന്ന ശുശ്രൂഷകളല്ല എന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതെന്നും ഇതിനപ്പുറത്ത് ദൈവത്തിന് എന്നിലൂടെ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നും
മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ദീർഘദിവസങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. എൻ്റെ വൈഫിന്റെ പേര് ആൻസി. 2 കുഞ്ഞുങ്ങളാണ്. മൂത്തയാള് എപ്പഫ്രാസ് എന്നാണ് പേര്, 11 വയസ്സുണ്ട്, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇളയാള് രുഹമ്മ എന്നാണ് പേര്. എപ്പഫ്രാസ് എന്ന് പറയുന്ന പേര് ഇടാനുള്ള കാരണം എന്താണെന്ന് ചിലപ്പോൾ ചിലർ ചിന്തിക്കും. വളരെ റയറായിട്ടുള്ള ഒരു പേരാണ്. ഞങ്ങള് വിവാഹമൊക്കെ കഴിഞ്ഞ് ദൈവത്തിന്റെ ആലോചന അനുസരിച്ചാണ് ഞാൻ വിവാഹം കഴിച്ചത്. എന്നോടും വൈഫിനോടും ദൈവം സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് രാത്രിയിൽ ദർശനത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു ആൺകുഞ്ഞാണ്, ആ കുഞ്ഞിന് എപ്പഫ്രാസ് എന്ന് പറയുന്ന പേരിടണം. അങ്ങനെയാണ് ആ കുഞ്ഞിന് എപ്പഫ്രാസ് എന്നുള്ള പേരിട്ടത്. അത് വളരെ റയറായിട്ടുള്ള പേരാണ്. കൊലോസിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നവൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പഫ്രാസ് എന്ന് പറയുന്ന ആള്. ദൈവത്തിന് സ്തോത്രം. ഇളയാള് രുഹമ. പോകട്ടെ, അതല്ല. 2016 മുതൽ വളരെ ശക്തമായ ഒരു ദൈവിക ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ ആരംഭിച്ചു. ദൈവിക ഇടപെടൽ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, നമ്മൾ ഈ ചെയ്യുന്നതൊന്നും അല്ല, അതിനപ്പുറത്ത് ദൈവം നമ്മിൽ നിന്ന് എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു എന്ന് ഒന്നിലും ഒരു തൃപ്തി അല്ലാത്തൊരവസ്ഥയിൽ ദീർഘദിവസങ്ങൾ പ്രാർത്ഥനയിലേക്കും ഉപവാസത്തിലേക്കും ഞങ്ങൾ കുടുംബമായിട്ട് മാറി. 2016 മുതൽ 2023 വരെയുള്ള ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് സമയങ്ങൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ ആരും അറിയാതെ രഹസ്യമായിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ആ സമയത്ത് ശുശ്രൂഷകളൊക്കെ നടന്നുകൊണ്ടിരുന്നു. 2023 ആ ഒരു ടൈം എത്തിയപ്പോഴത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് എന്നോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. നീ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്, നീ എല്ലാം ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ എൻ്റെ നിയന്ത്രണത്തിനും എൻ്റെ പൂർണ്ണമായ എൻ്റെ നിയന്ത്രണത്തിലേക്ക് നീ വരികയാണെങ്കിൽ ഞാൻ നിന്നെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. നിന്റെ നാവ്, നിന്റെ ശുശ്രൂഷ എനിക്ക് ആവശ്യമാണ് എന്ന് ദൈവം സംസാരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ സംസാരിച്ചു. ദൈവികമായ ഇടപെടൽ ജീവിതത്തിനകത്തുണ്ടായി. പിന്നീട് പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഞാൻ അല്പസ്വല്പമൊക്കെ കോപിക്കുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിലൊക്കെ നേരത്തെ കോപിക്കുമെന്ന് പറഞ്ഞാൽ ഒത്തിരി കോപമൊന്നുമില്ല, പക്ഷെ ദൈവം ഒത്തിരി കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. എന്നെ ദൈവം പണിഞ്ഞു, എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം പണിയാനായിട്ട് തുടങ്ങി. ഒരുപാട് സമയങ്ങളിൽ ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളായിരുന്നു. അതൊക്കെ നിർത്താൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടു. ക്രിക്കറ്റ് കളി കാണുന്ന ഒരാളായിരുന്നു ഞാൻ. ഇന്ത്യയുടെ ക്രിക്കറ്റ് ഫാനായിരുന്നു. നിർത്താൻ പറഞ്ഞു ദൈവം, നിർത്തിക്കോളാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. പിന്നെ സിനിമ ഞാൻ കാണുന്ന ഒരാളെ അല്ലായിരുന്നു, അത് പണ്ടേ നിർത്തിയതാണ്. അപ്പം ഇങ്ങനെ ദൈവം ആഴമായൊരു വിശുദ്ധിയിലേക്കും ആഴമായൊരു സമർപ്പണത്തിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരാനായിട്ട് തുടങ്ങി. അപ്പം എനിക്ക് അതിൻ്റെ ഒന്നും കാരണങ്ങളൊന്നും അറിയത്തില്ല, പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദത്തിനും ഇടപെടലിനും അനുസരിച്ച് ദൈവസന്നിധിയിൽ വിധേയപ്പെടാനായിട്ട് തുടങ്ങി. അങ്ങനെ പൂർണ്ണമായിട്ടും ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടൊരു ജീവിതത്തിലേക്ക് പോവുകയും 2024 ഡിസംബർ മാസത്തില് ഞങ്ങള് 21 ദിവസം ഉപവാസ പ്രാർത്ഥന ചർച്ചിൽ ക്രമീകരിച്ചിട്ട് ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരിക്കെ ഞങ്ങൾ രണ്ടുപേരും ഫുൾ ഫാസ്റ്റിംഗ് ആണ്. 16-ാം തീയതി രാത്രിയിൽ കർത്താവ് എന്നോട് വ്യക്തമായിട്ട് രാത്രി സംസാരിച്ചു, നീ എൻ്റെ വചനം പ്രസംഗിക്കണം. ഞാൻ നിനക്ക് ഒത്തിരി വചനം തന്നിട്ടുണ്ട്, ഇനി ഞാൻ നിനക്ക് തരും, നീ അത് പ്രസംഗിക്കണം. അത് ആയിരങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് രൂപാന്തരത്തിനും പരിവർത്തനത്തിനേക്കും ഇടയാകും. ഒത്തിരി പേര് എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരും. ഒത്തിരി പേര് എന്നിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ഒത്തിരി പേര് എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരും. അതിനുവേണ്ടി ഞാൻ നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ പ്രാർത്ഥനയുടെ അളവ് വർദ്ധിപ്പിക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ ഉറക്കം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പക്ഷെ അതിനെല്ലാം ദൈവം ഭയങ്കരമായിട്ട് മാറ്റി. രാത്രിയുടെ യാമങ്ങൾ, പുലർച്ചെയൊക്കെ ദൈവം തട്ടി ഉണർത്തി ഒരുപാട് സമയങ്ങൾ ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ശക്തമായ ദൈവിക ഇടപെടലുണ്ടായി. അങ്ങനെ ദൈവം എന്നോട് വ്യക്തമായിട്ട് സംസാരിച്ചു, നീ യൂട്യൂബില് മെസ്സേജുകൾ ചെയ്യണം, ഞാൻ നിന്നോട് പറയും. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, യൂട്യൂബില് മെസ്സേജിന്റെ ഇടികൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനോട് ഇനി എന്തിനാണ് കുറച്ച് മെസ്സേജുകൾ അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, അല്ല, നീ അത് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒത്തിരി പോപ്പുലാരിറ്റി ആഗ്രഹിക്കാത്ത ഒരാളായതുകൊണ്ട് ഞാനതിനെ അവഗണിച്ചു വിട്ടു. ഡിസംബറിലാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത്. അതിനുശേഷം ദൈവത്തിന് സ്തോത്രം 2-3 മാസങ്ങൾ ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെട്ടു. ഒത്തിരി ദൈവദാസന്മാർ വന്ന് എന്നോട് ദൈവാലോചന പറഞ്ഞു. അങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ഒരു 15-20 പേര് പേഴ്സണലി മെസ്സേജുകൾ അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യും, ദൈവദാസന്മാരടക്കമുള്ളവർ. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒത്തിരി പേര് ദൈവത്തോടുള്ള ബന്ധത്തിൽ അകന്ന് ജീവിക്കുന്നവരാണ്. നമ്മൾ പുറമേ നമ്മൾ പലതും കാണുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൽ നിന്ന് അകന്ന് വല്ലാത്ത ഒരു അവസ്ഥയിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്
നാം ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരണമെന്നും നാം ഇവിടെ മാത്രമല്ല ഇതിനപ്പുറത്തുള്ള നിത്യതയിലേക്ക് നാം പോകുമ്പോൾ കർത്താവിന് വേണ്ടി ഒരുങ്ങി വളരെ പരിപാവനമായ വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വരണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ദൈവത്തിന് സ്തോത്രം മുഖവരിയായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി സമയങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളെ നടത്തുന്നത് പോലെ മുൻപോട്ട് നടത്തട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധി ആയിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്തിട്ട് ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് സംസാരിക്കുവാൻ എൻ്റെ ദൈവവചന ധ്യാനത്തിങ്കൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഭരമേൽപ്പിച്ച ഒരു ദൂതാണ്. ഇന്നത്തെ ഈ മീറ്റിങ്ങിന് വേണ്ടി പകല് ഞങ്ങൾ എങ്ങും പോകാതെ ഉച്ചവരെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിലായിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നു എന്നുള്ളതല്ല. ദൈവത്തിന്റെ വചനം ചിലരുടെ ഹൃദയത്തിലെങ്കിലും രൂപാന്തരത്തിനും പരിവർത്തനത്തിനും ഇടയായിത്തീരണം. അത് നിശ്ചയമായിട്ടും ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് അത് ചെയ്തെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഒരു ഭാഗം ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് എന്നൊരു പദമാണ്. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്. ഈ വചനത്തിലൂടെ ഇന്ന് രാത്രി കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവവാദപീഠത്തിൽ നമുക്ക് ആയിരിക്കാം. ആര് പറഞ്ഞയച്ചു എന്നുള്ള പേര് ഇവിടെ ഇല്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരൊറ്റ പദത്തിൽ അവിടെ എഴുതിയിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു. അപ്പോസ്തലനായ പൗലോസിന്റെ 3 മിഷനറി യാത്രകൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ക്രൈസ്തവ സഭയുടെ പ്രാരംഭകാല ചരിത്രത്തിൽ സുവർണ ലിപികളിൽ ആലേഖനം ചെയ്ത കാര്യങ്ങളാണ് ഈ 3 മിഷനറി യാത്രകൾ. അതിനുശേഷവും അതിനു മുമ്പും അങ്ങനെ ഒരു മിഷനറി യാത്ര അല്ലെങ്കിൽ അങ്ങനെ ഒരു സുവിശേഷ യാത്ര ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നമുക്കറിയാമല്ലോ, ഒരു ലോക്കൽ ചർച്ചിൽ നിന്ന് അല്ലെങ്കിൽ യെരുശലേമിലും അന്ത്യോക്യയിലും മാത്രം ഒതുങ്ങി നിന്ന ദൈവസഭ അതിനപ്പുറത്തേക്ക് അതിരുകൾ മാറി ഒരു ദൈവത്തിന് സ്തോത്രം സാർവലൗകിക സഭ എന്നുള്ള നിലയിലേക്ക് അന്നത്തെ കാലത്തെ ഗ്രീക്കോ റോമൻ വേൾഡിന്റെ അതിർത്തികളിലേക്കെല്ലാം, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും എഫസോസിലേക്കും എല്ലാം ദൈവസഭയുടെ വളർച്ച ത്വരിതഗതിയിലായത് ഈ 3 മിഷനറി യാത്രകൾ കൊണ്ടാണ്. ഈ 3 മിഷനറി യാത്രകളുടെ ആരംഭം പഠിച്ചാൽ അതിൻ്റെ അകത്ത് ഒത്തിരി ആത്മീക ചിന്തകൾ നമുക്കതിൻ്റെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രിയിലും നൽകിത്തരാനായിട്ടുണ്ട്. ഈ മിഷനറി യാത്രയുടെ ആരംഭം നമ്മൾ കാണുന്നത് 13-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിലാണ്. ആ വാക്യങ്ങളിൽ അന്ത്യോക്യ സഭയിലുള്ള 5 പേര് അവർ കർത്താവിനെ ആരാധിച്ചു ഉപവസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സത്യത്തിൽ അന്ത്യോക്യ സഭയിൽ 5 പേരല്ല, ഒരുപാട് ആളുകളുണ്ട്. അതിന് തൊട്ടു മുൻപിലുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് വലിയൊരു കൂട്ടം വിശ്വാസത്തിലേക്ക് വന്നു അന്ത്യോക്യ സഭയിൽ. പക്ഷെ ഇവിടെ 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 5 പേര് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ എന്ത് പറ്റി എന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഈ 5 പേർ സാധാരണക്കാരായ ആളുകളല്ല. അവർ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ടീച്ചേഴ്സുമാണെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അകത്ത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളൊക്കെ പ്രവാചകന്മാരായാൽ, നമ്മളൊക്കെ ടീച്ചേഴ്സ് ആയാൽ, പിന്നെ നമ്മുടെ ധാരണ നമുക്കെല്ലാമായി എന്നുള്ളതാണ്. ഒന്നാമത് നമ്മുടെ ചില ധാരണകൾ നമ്മൾ മാറ്റിയാലേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തി ഉപയോഗിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ആ വ്യക്തി ആരാണ് എന്നുള്ളതല്ല ദൈവത്തിന് വിഷയം. അവൻ ദൈവസന്നിധിയിൽ അവൈലബിൾ ആകുന്നു എന്നുള്ളതാണ് ദൈവത്തിന് വിഷയം. ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ തിരക്കുകൾക്കകത്ത് നമ്മളെല്ലാം ഓടി അധ്വാനിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കകത്താണ് അവർ കിടക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കുക, പ്രശ്നങ്ങൾക്കകത്താണ്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ലോൺ അടയ്ക്കുന്ന കാര്യങ്ങൾ, വീടിന്റെ പ്രശ്നങ്ങൾ, തലമുറകളുടെ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ലക്ഷ്യം. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, നമ്മുടെ ഉദ്ദേശം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായ ഉദ്ദേശം. പക്ഷെ ദൈവത്തിങ്കലേക്ക് വരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവം ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ മാത്രം പരിഹരിച്ച് നമ്മളെ പറഞ്ഞു വിടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വചനത്തിന്റെ അകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു തെളിവ്, ഹന്നയുടെ പ്രശ്നം അവൾക്കൊരു കുഞ്ഞില്ല എന്നുള്ളതാണ്.
നിന്ദിക്കുന്ന പെനീന, അപമാനിക്കപ്പെട്ട ദിവസങ്ങൾ. അവിടെ തനിക്കൊരു കുഞ്ഞുണ്ടായാൽ അപമാനിക്കപ്പെട്ട ആ ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ അകത്ത് ആ കുഞ്ഞിനെ ഉയർത്തി കാണിക്കുമ്പോൾ അവളുടെ നിന്ന മാറും എന്നുള്ളതല്ലാതെ മറ്റൊരു ഉദ്ദേശം തൻ്റെ കണ്ണുനീരിന്റെയോ പ്രാർത്ഥനയുടെയോ പിന്നിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ദൈവത്തിന് ഹന്നയിലൂടെയുള്ള ഉദ്ദേശം, ആത്മീയ അന്ധതയിൽ കിടന്ന ഇസ്രായേലിന് ഒരു പ്രവാചകനെയും ഒരു പുരോഹിതനെയും വേണം. അതിന് ദൈവം കണ്ടത് ഹന്നയുടെ ഉദരമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹന്ന ദീർഘനാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഒരുപക്ഷെ മറുപടി കിട്ടാതെ യഹോവ അവളുടെ ഗർഭം അടച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഉദ്ദേശം തിരിച്ചറിഞ്ഞ് ഹന്നയുടെ പ്രാർത്ഥന മാറിയപ്പോൾ സഡൻലി ആ വിഷയത്തിന് മറുപടി ഉണ്ടായി. കാരണം ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, നീ എനിക്കൊരു പുരുഷ സന്താനത്തെ നൽകുകയാണെങ്കിൽ ആ തലമുറയെ ഞാൻ നിനക്ക് നൽകും. ആ ഒരൊറ്റ കാര്യത്തിന്റെ അകത്ത് പെട്ടെന്ന് അതിന്റെ മറുപടി ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, ശൗലിന്റെ ഉദ്ദേശം അപ്പനായ കീശിന്റെ നഷ്ടപ്പെട്ടു പോയ കഴുതകൾ തനിക്ക് മടക്കി കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ ശമൂവേലിന്റെ അരികിലേക്ക് ശാലീം ദേശത്തും ശാലീശ ദേശത്തും എഫ്രയീം മലനാട്ടിലുമെല്ലാം ചുറ്റി സഞ്ചരിച്ച് കയറ്റമെല്ലാം കയറി കഷ്ടപ്പെട്ട് ശമൂവേലിന്റെ അരികിലേക്ക് എത്തുമ്പോൾ നഷ്ടപ്പെട്ട ചില കഴുതകളെ മടക്കി കൊടുത്ത് സന്തോഷവാനായി വിടുക എന്നുള്ളതല്ലായിരുന്നു ദൈവത്തിന്റെ പരമമായ ഉദ്ദേശം. അതിന്റെ പിന്നിലെ ദൈവോദ്ദേശം എന്ന് പറയുന്നത് ഇസ്രായേലിന് ഒരു രാജാവിനെ ദൈവത്തിന് ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. സെക്കരിയാവ്, എലിസബത്ത്, അവർക്ക് മക്കളില്ലായിരുന്നു. അവരും എത്രത്തോളം ആ പ്രശ്നത്തെ ഗൗരവമായി കണ്ടുവെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് വഴിയൊരുക്കുന്ന ഒരു യോഹന്നാൻ സ്നാപകൻ, ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കെന്ന് കർത്താവ് വിളിച്ചവൻ, തന്റെ ശുശ്രൂഷയ്ക്ക് വഴിയൊരുക്കിയവൻ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ലെന്ന് യേശു പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഉദ്ദേശം വലുതായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അകത്ത് ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പിന്നിലുള്ള ദൈവഹിതത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടുക എന്ന് മാത്രമല്ല, അതിനപ്പുറത്ത് ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ അതിന്റെ പിന്നിൽ ചെയ്തെടുക്കാനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ വേദനകളും എല്ലാം ആ ഒരു നിലയിലേക്ക് തിരിച്ചെടുക്കുവാൻ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഉദ്ദേശം അതിൻ്റെ അകത്ത് വെളിപ്പെട്ടു വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇല്ലേ? നമ്മുടെ പ്രശ്നങ്ങൾ, ഞാൻ ദൈവത്തിന് സ്തോത്രം, ഞാൻ അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ മാറുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രതിസന്ധികൾ മാറുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ അവൈലബിൾ ആയി പോലും കിട്ടുന്നില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 20 ലക്ഷം തൊട്ട് 40 ലക്ഷത്തിനിടയിൽ ഉള്ളതാകാം ഇസ്രായേൽ ജനം എന്നുള്ളതാണ്. കൃത്യമായ കണക്കുകൾ നമുക്കറിയത്തില്ല. പക്ഷെ വചനത്തിന്റെ അകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്, 6 ലക്ഷം പുരുഷന്മാർ റമസേസിൽ നിന്ന് സൂക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. അപ്പം അവരുടെ ഭാര്യമാർ, മക്കളടക്കം ഒരു 20-25 ലക്ഷം ജനത്തെ നമ്മൾ കണക്കാക്കിയാലും ദൈവത്തിന് സ്തോത്രം, ഇത്രയും അധികം ജനങ്ങളിൽ പോകട്ടെ, ഞാൻ ഒരു 20 ലക്ഷത്തിലേക്ക് എടുക്കുമ്പോൾ 19,999 പേർക്കും യഹോവ തങ്ങളിൽ നിന്ന് മാറി എന്ന് മനസ്സിലായില്ല. മോശയ്ക്ക് മാത്രമേ മനസ്സിലായുള്ളൂ, ദൈവം ഞങ്ങളിൽ നിന്ന് മാറി നടക്കുകയാണ്. ദൈവം മാറി പകരം ഒരു ദൂതനെ അയച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാ ജനത്തിന് മനസ്സിലാകാത്തത്? ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മന്നായുടെ വരവ് മാറാത്തത് കൊണ്ടാണ് അവർ അറിയാഞ്ഞത്. ദൈവം അവർക്ക് മന്ന സ്റ്റോപ്പ് ചെയ്തില്ലല്ലോ. അടുത്ത ദിവസങ്ങളിലും തടസ്സം കൂടാതെ ദൈവം അവർക്ക് മന്ന നൽകി കൊടുത്തത് കൊണ്ട് അവരറിഞ്ഞില്ല ദൈവം മാറി നടന്നത്. അപ്പൊ പല സമയങ്ങളിലും നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ കുഴപ്പമില്ലാത്ത നിലയിലേക്ക് പോകുമ്പോൾ ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ധാരണയ്ക്ക് ഈ ദിവസങ്ങളിൽ മാറ്റിവെച്ചിട്ട് ദൈവത്തിന് ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ നമ്മിലൂടെയൊക്കെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ മനസ്സുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഈ ദിവസങ്ങളിൽ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ചിന്താഗതികൾ മാറ്റപ്പെടുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതിന്റെ ആദ്യത്തെ പടിയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ പ്രവാചകന്മാരും ടീച്ചേഴ്സും അറിയപ്പെടുന്ന ടീച്ചേഴ്സാണ്. ഞാൻ അവരെ കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. രാജകുടുംബത്തിലൊക്കെ ജനിച്ച് വളർന്നവരൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ അവരുടെ അറിവുകൾ കൊണ്ടും
അവരുടെ കഴിവുകൾ കൊണ്ടും ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല ആത്മീക ശുശ്രൂഷ, നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നതല്ല ദൈവത്തിന് സ്തോത്രം ആത്മീക ജീവിതമെന്ന് മനസ്സിലാക്കി ഉള്ളതിൽ തൃപ്തിപ്പെടാതെ അവർ ദൈവസന്നിധിയിൽ അവൈലബിൾ ആയപ്പോൾ അവർ ഉപവസിക്കാൻ തുടങ്ങി, അവർ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. അതിൻ്റെ അകത്ത് പ്രവാചകന്മാരുണ്ട്, അതിൻ്റെ അകത്ത് ഉപദേഷ്ടാക്കന്മാരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഒരു വ്യക്തി എപ്പോൾ ദൈവസന്നിധിയിൽ അവൈലബിൾ ആകുന്നു അപ്പോൾ മാത്രമേ പ്രാഥമികമായി ദൈവത്തിന് ആ വ്യക്തി ഉപയോഗിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കാതെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ദൈവസന്നിധിയിൽ അവൈലബിൾ ആകുവാനും നമ്മൾ തയ്യാറായാൽ ഇനിയും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് അവൈലബിൾ ആകുന്നവരെ മാത്രം ദൈവം ഉപയോഗിക്കുന്നത്? അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഈ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മുടെ അനുവാദമോ നമ്മുടെ സമ്മതമോ ഇല്ലാതെ നമ്മളെ ഉപയോഗിക്കില്ല എന്നാണ് വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം ദൈവം മനുഷ്യന്റെ ഉള്ളിൽ ഒരു ഫ്രീ വില്ല് നൽകി കൊടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ സ്വയമായി താല്പര്യപ്പെടാനും സ്വയമായി തീരുമാനിക്കാനും നമുക്കൊക്കെ അനുവാദം ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ തീരുമാനങ്ങളെ സമർപ്പണമാക്കി ദൈവസന്നിധിയിലേക്ക് മാറ്റുമ്പോൾ, എനിക്ക് ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം, എൻ്റെ ജീവിതത്തിന്റെ അകത്ത് എനിക്കൊരു മാറ്റമുണ്ട്, കർത്താവിന് വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ എനിക്ക് ജീവിക്കണം, ഈ വക്രതയും കോട്ടവും ഒക്കെയുള്ള തലമുറകളിൽ വിശുദ്ധിയോടെ എൻ്റെ പ്രിയന് വേണ്ടി എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞ് ഒരു സമ്പൂർണമായ സമർപ്പണത്തിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാനായിട്ട് തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് എനിക്കത് മനസ്സിലാകുന്നത്. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ട് ഇരിക്കുമ്പോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തെ ഏറ്റവും ചിന്തനീയമായ വസ്തുത, എത്ര ദിവസം ഉപവസിച്ചെന്നോ എത്ര ദിവസം പ്രാർത്ഥിച്ചെന്നോ നമുക്ക് കൃത്യമായ അറിവില്ല. വേദപുസ്തകത്തിന്റെ അകത്ത് എണ്ണം പറഞ്ഞ ഉപവാസങ്ങളും എണ്ണം പറയാത്ത ഉപവാസവും ഉണ്ട്. യേശുവിന്റെ ഉപവാസം 40 ദിവസത്തെ ഉപവാസമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വേദപുസ്തകത്തിൽ എണ്ണം പറഞ്ഞ കുറച്ച് ഉപവാസങ്ങളുണ്ട്. ദാനിയേലിന്റെ 3 ആഴ്ച വട്ടക്കാലം ഉപവസിച്ച ഉപവാസം നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇവിടെ എണ്ണം പറയാത്ത ഉപവാസമാണ്. എത്ര ദിവസം അവർ ഉപവസിച്ചുവെന്ന് നമുക്കാർക്കും അറിയത്തില്ല. ഇതുപോലെ എണ്ണം പറയാത്തൊരു ഉപവാസം വേദപുസ്തകത്തിൽ ഞാൻ കണ്ടത് നെഹമ്യാവിന്റെ ഉപവാസമാണ്. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളിൽ പഠിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, രാജധാനിയിൽ ഇരിക്കുമ്പോൾ യെരുശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു, പട്ടണം തീവച്ചൊക്കെ നശിപ്പിക്കപ്പെട്ട് കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ദൈവമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തുവാനായിട്ട് ആ ദൈവമനുഷ്യൻ തീരുമാനമെടുക്കുകയാണ്. എത്ര ദിവസം ഉപവസിച്ചു എന്ന് എഴുതിയിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല സമയങ്ങളിലും നമ്മുടെ ആത്മീയവും നമ്മുടെ പ്രാർത്ഥനയും ഒക്കെ ഷെഡ്യൂൾഡായി പോവുകയാണ്. സമയം വെച്ച് പ്രാർത്ഥിക്കുന്നവർ, പ്രോഗ്രാമുകളാക്കി ഉപവസിക്കുന്നവർ, ദൈവത്തിന് സ്തോത്രം, വലിയ വലിയ പ്രോഗ്രാമുകളാക്കി പ്രാർത്ഥനയെയും ഉപവാസത്തെയും ഒക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ വെളിപ്പെടേണ്ടുന്ന ദൈവപ്രവൃത്തികൾ വെളിപ്പെടേണ്ട നിലവാരത്തിൽ വെളിപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. പക്ഷേ ഇവിടെ എണ്ണമില്ല. എനിക്ക് തോന്നുന്നു ആത്മാവിൻ്റെ ഒരു ഇടപിടിയിൽ ഉണ്ടാകുന്നത് വരെ അവർ ഉപവസിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതൊരു പൂർണ്ണമായ ഉപവാസമായിരിക്കണമെന്നില്ല. ചിലരൊക്കെ ചോദിക്കും, ഞങ്ങൾക്ക് ഉപവസിക്കാൻ പറ്റണമെന്നില്ല, ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ. ഒന്നും വിഷമിക്കണ്ട. നമ്മുടെ ദൈവത്തിന് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകളെ നന്നായിട്ട് അറിയാം. നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ സമയമെടുക്കുക, ദൈവസന്നിധിയിൽ പണിയപ്പെടാൻ ദൈവസന്നിധിയിൽ സമയമെടുക്കുക, ദൈവത്തിന്റെ ആലോചനയ്ക്കായി ദൈവസന്നിധിയിൽ സമയമെടുക്കുക, പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കുവാനായിട്ടുള്ള ടൈമിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. നാം എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല, ദൈവം പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ ചെയ്താൽ ആ ചെയ്തത് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല. സർദീസിലെ സഭയോട് ദൂത് പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നുണ്ട്, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രവൃത്തി ദൈവത്തിന് അറിയാം. എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് കരുതി പല കാര്യങ്ങളും എടുത്ത് ദൈവത്തിന് സ്തോത്രം ഉയർത്തിപ്പിടിക്കുമ്പോൾ, ദൈവം തൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത്
ഒരു പൂർണ്ണത ഉണ്ടാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളൊക്കെ പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാനൊരു സഭയുടെ ശുശ്രൂഷകനാണ്, 10-15 വർഷത്തിലധികമായി ശുശ്രൂഷകനാണ്. എനിക്ക് പുകഴാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കൊക്കെ പുകഴാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. ദൈവം പറയുന്ന ചില കാര്യങ്ങളെ ഈ ദിവസങ്ങളിൽ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ചില പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവം എങ്ങനെ സംസാരിക്കും? ദൈവം എങ്ങനെ ഇടപെടും? നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് തന്നെ ആ ആത്മഭാരം ദൈവം വെച്ചിട്ടുണ്ട്. നമ്മൾ ശരിയായ ഒരു നിലയിലേക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് പോയാൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നത്, നമ്മളെ നടത്താൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദൈവത്തിന് സ്തോത്രം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിത വിജയവും നമ്മുടെ ശുശ്രൂഷ വിജയവും എല്ലാം ദൈവത്തിന്റെ ആത്മാവ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന ടൈമിൽ നമ്മൾ എത്തുക എന്നുള്ളതാണ്. എല്ലായിടത്തും എല്ലാ കാര്യവും ചെയ്യുക എന്നുള്ളതല്ല. ഞാനത് മനസ്സിലാക്കുവാനായിട്ട് മറ്റൊരു വേദഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന്റെ മിഷനറി യാത്രയിൽ സംഭവിച്ചൊരു കാര്യം, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു ചുറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കറക്കം, ഒരു ചുറ്റൽ. ഇത് ചെറിയൊരു ചുറ്റലല്ല, ദൈവാത്മാവ് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചതാണ്. പക്ഷെ ഒരു ചുറ്റൽ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അകത്ത് നമ്മളൊക്കെ അനുഭവിക്കുന്ന ചില ചുറ്റലുകളുണ്ട്. ഒരു ചുവടെടുത്ത് വെക്കുവാൻ പറ്റാതെ, എങ്ങനെ മുൻപോട്ട് പോകണമെന്നൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ അറിയാതെ നിൽക്കുമ്പോൾ, അവസരങ്ങൾ മുമ്പിലുണ്ട്, വഴികൾ മുമ്പിലുണ്ട്, പക്ഷെ എവിടെ പോകണം, എങ്ങനെ പോകണം എന്ന് നമ്മൾ അറിയാതെ ഇരിക്കുമ്പോൾ കൃത്യമായ സ്ഥലങ്ങളിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്ത് നടത്തുവാൻ സമർപ്പണം നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് ആത്മാവ് വിലക്കി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, ദൈവവചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുമോ? ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ അന്നേരമേ ശാസിച്ചു വിട്ടേനെ. യേശുവിന്റെ നാമത്തിൽ ഭൂ എന്ന് പറഞ്ഞ് ആത്മാവാണോ മറ്റെന്തെങ്കിലും ആണോ എന്നറിയാതെ നമ്മൾ ശാസിച്ചേ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ആസിയിൽ വചനം പ്രസംഗിക്കരുത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് കാരണം? ഈ ആസിയ, ഏഷ്യ, അവിടൊക്കെ സുവിശേഷീകരണത്തിന് വലിയ സാധ്യതകളുള്ള സ്ഥലമാണ്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ എഫെസോസിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം പൗലോസ് ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷയുടെ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വചനം പ്രസംഗിക്കാൻ ആത്മാവ് സമ്മതിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ചില സ്ഥലത്ത് അവരുടെ ഒരു വ്യക്തിത്വത്തെ ഒന്ന് കാണിക്കാതെ അവർ പോകത്തില്ല. അവരുടെ ഒരു കസേര അവർ ഉറപ്പിക്കാതെ അവിടെ പോകത്തില്ല. ഞാൻ അതിലേക്കൊന്നും ഇന്ന് രാത്രിയിൽ പോകുന്നില്ല. പോകട്ടെ, അതൊക്കെ ചെയ്യുന്നവരൊക്കെ അതിന്റെ വഴിക്ക് ചെയ്യട്ടെ. പക്ഷെ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് ആത്മാവ് പറഞ്ഞപ്പോൾ മൂസ്യ കടന്ന് ബിഥുന്യയിലേക്കും ഫ്രുഗ്യയിലേക്കും ഗലാത്യദേശത്തേക്കും ഒക്കെ പോകാൻ ശ്രമിക്കുമ്പോൾ ദൈവാത്മാവ് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും ഒടുവിൽ ത്രോവാസിലേക്ക് എത്തിയപ്പോൾ രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികിൽ വന്ന് നിന്നുകൊണ്ട് ദർശനത്തിലൂടെ പറയുകയാണ്, വരിക, ഞങ്ങളെ വന്ന് സഹായിക്കുക എന്ന്. ഇത് വായിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ വ്യക്തികളും എവിടെ ആയിരിക്കണം, എവിടെ ശുശ്രൂഷ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതിന് ദൈവത്തിനൊരു ഹിതമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാനാകണം നമ്മുടെ പ്രാർത്ഥനകൾ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ രാവും പകലും മുഴുവനും കഷ്ടപ്പെട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ ദൈവത്തിന് സ്തോത്രം തന്നേ പോകൂ, തന്നില്ല ഞങ്ങൾ പോകത്തില്ലെന്നൊക്കെ പറഞ്ഞ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്ത് കിടക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ കിടക്കാനുള്ളതല്ല പ്രാർത്ഥന, അതിനുള്ളതല്ല ഉപവാസം. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിന്റെ ശ്രേഷ്ഠമായ ചില പദ്ധതികളുണ്ട്. സ്തോത്രം. ആ പദ്ധതികൾ ഈ തലമുറയിൽ ചെയ്തെടുക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും എനിക്ക് വരാനായിട്ട് പറ്റത്തില്ല. നിങ്ങളിലൂടെ ദൈവം വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതികൾ എനിക്കൊരിക്കലും ചെയ്തെടുക്കുവാനായിട്ട് പറ്റത്തില്ല. നമ്മളെ കൊണ്ട്, ഓരോരുത്തരെ കൊണ്ടൊക്കെ ആകുന്നത് പോലെ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്ത് ഒരാളോടെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞ് ഒരു വാക്കിലൂടെ ദൈവത്തിന് സ്തോത്രം മനസ്സ് തകർന്നു കിടക്കുന്ന, ദൈവകൃപയിൽ നിന്ന് അകന്നുപോയ, യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയാത്ത ആമേൻ ജനലക്ഷങ്ങൾ ലോകത്തിന്റെ വഴികളിൽ പോകുമ്പോൾ ആരോടെങ്കിലുമൊക്കെ ഈ ഒരു തലമുറയിൽ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയാൻ തക്കവണ്ണം നമുക്കൊക്കെ കഴിയില്ലേ?
പ്രൈസ് ദി ലോർഡ്. കഴിയും. ഒത്തിരി പേര് പാപത്തിന്റെ ചേറ്റുകുഴിക്കകത്ത് കിടക്കുകയാണ്. എന്തിനേറെ പറയുന്നു, വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും. ഞാൻ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനത് ആരും കേൾക്കത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ടാണ് ഞാൻ ആ പ്രസംഗം പ്രസംഗിച്ചത്. ഒരുപാട് ചെറുപ്പക്കാർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ, കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന ശുശ്രൂഷകന്മാർ, രാത്രിയുടെ യാമങ്ങളിൽ എന്നെ വിളിച്ച് പലരും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ അവരുടെ രഹസ്യ ജീവിതത്തിന്റെ അകത്ത് അവർക്ക് അവയെ ജയിച്ചു കയറുവാൻ കഴിയാത്ത പാപത്തിൽ അവർ അടിമകളാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കർത്താവേ, ഇത്ര ഭയാനകമായ ലോകത്തിലൂടെയാണോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധിയെ ദൈവം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത ദൈവമാണ്. ഈ വിശുദ്ധി തിരിച്ചറിയുവാനും ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടാനുമായിരിക്കണം നമ്മളുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമേൻ നമ്മൾ വായിക്കുന്നത്, ആമേൻ അവർ ദൈവത്തിന് സ്തോത്രം ഉപവസിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തിനാണ്? ഞാൻ വിശ്വസിക്കുന്നത് ഭൗതികമായ യാതൊരു കാര്യത്തിനുമല്ല. അവർക്കറിയാമായിരുന്നു ദൈവം വിളിച്ചതാണെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. അനന്യാസ് എന്ന് പറയുന്ന വ്യക്തി പൗലോസിന്റെ മേൽ കൈവച്ചിട്ട് അദ്ദേഹത്തോട് ദൂത് പറഞ്ഞു. അനന്യാസിനോട് ദൈവം വെളിപ്പെടുത്തി, ഇവൻ എന്റെ നാമം ജാതികളുടെ മുമ്പിൽ വഹിക്കേണ്ടതിന് തെരഞ്ഞെടുക്കപ്പെട്ടൊരു പാത്രമാണെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ വായിക്കുന്നത്, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, ദമസ്കോസിലുള്ള യഹൂദന്മാരുടെ എല്ലാം വായടപ്പിച്ച് യേശു ക്രിസ്തുവാണെന്ന് തെളിയിച്ചെങ്കിലും ആ ശക്തി പോരായിരുന്നു, ആ അറിവ് പോരായിരുന്നു, അനന്യാസ് പറഞ്ഞ ദൂത് പോരായിരുന്നു. ദൈവസന്നിധിയിൽ അവൈലബിൾ ആകണമായിരുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ഇടപെടൽ ആവശ്യമായിരുന്നു. ഒരു ദൈവശബ്ദം ആവശ്യമായിരുന്നു. ഈ ദിവസങ്ങളിൽ പണ്ടുള്ളതിന്റെ ഒക്കെ ബലത്തിൽ നമ്മളൊക്കെ ഓടുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, പണ്ട് കേട്ട ദൂതുകളും പണ്ട് പലരും പറഞ്ഞതും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന് സ്തോത്രം, ഈ ദിവസങ്ങളിൽ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള വ്യക്തമായ പദ്ധതികളിലേക്ക്, വ്യക്തമായ പ്ലാനിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ സമർപ്പിക്കുവാൻ തയ്യാറായാൽ, ഇനിയും ദൈവത്തിന് ഈ ലോകം കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ആത്മാവ് നമ്മളെ പറഞ്ഞയക്കുവാൻ പോകുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ജീസസ് അതിനവർ ചെയ്തത് എന്താണ്? അവരവലംബിച്ച മാർഗം എന്താണ്? അവരുടെ അറിവുകൾ കൊണ്ട് അത് നേടുവാനായിട്ട് കഴിയത്തില്ല. എന്റെയും നിങ്ങളുടെയും ഒക്കെ തലയ്ക്കകത്ത് ഒരുപാട് അറിവുകളുണ്ട്. വർഷങ്ങളുടെ കാലങ്ങളിൽ നമ്മൾ നേടിയെടുത്ത അറിവുകൾ, പരിജ്ഞാനങ്ങൾ, അതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അറിവിനപ്പുറത്ത്, ഇൻഫർമേഷൻസിനപ്പുറത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യക്തമായ ചില ഇടപെടലുകൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമാണ്. ഇരിക്കാൻ തയ്യാറായാൽ സംസാരിക്കാൻ ദൈവം തയ്യാറാണ്. സമർപ്പിക്കാൻ തയ്യാറായാൽ ഉപയോഗിക്കാൻ ദൈവം തയ്യാറാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുണരേണ്ടുന്ന ചില മേഖലകളുണ്ട്. അത് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുണരണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. 143-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നിന്റെ ആത്മാവ് നേരായ പാതകളിൽ എന്നെ നടത്തുമാറാകട്ടെ. ടീച്ച് മീ ടു ഡു യുവർ വിൽ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ വഴി എന്നെ പഠിപ്പിക്കണമേ. ദാവീദ് അറിവില്ലാത്തവനല്ല, ഇസ്രായേലിന്റെ രാജാവാണ്. ഒത്തിരി അനുഭവ പരിചയം തനിക്കുണ്ട്. ഗോലിയാത്തിനെയൊക്കെ ഒറ്റയേറിന് താഴെയിട്ടവനാണ്. പക്ഷെ ദാവീദിനറിയാം, അന്നത്തെ അറിവ് കൊണ്ടും അന്നത്തെ പരിജ്ഞാനം കൊണ്ടും അന്ന് മനസ്സിലാക്കിയത് കൊണ്ടും ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവം വഴി പറഞ്ഞു തരാതെ, ദൈവം സംസാരിക്കാതെ, ദൈവം ഇടപെടാതെ, ദൈവത്തിന്റെ വഴി മനസ്സിലാക്കാതെ എനിക്ക് ഇനിയും യാത്ര ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നിന്റെ ആത്മാവ് നേരായ പാതകളിൽ എന്നെ നടത്തട്ടെ. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന് മാത്രമേ ഈ കാലഘട്ടത്തിൽ നമ്മളെ ശരിയായ പാതയിൽ നടത്തുവാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം, സത്യത്തിന്റെ വഴികളിൽ, സത്യത്തിന്റെ പാതകളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും എന്ന് ദൈവത്തിന് സ്തോത്രം ദൈവവചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊരു ആത്മഭാരമുണ്ടെങ്കിൽ, നമ്മുടെ വിളിയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണെങ്കിൽ, അതിന്റെ പൂർണ്ണത ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തിന് സ്തോത്രം. അതിനാണ് ഉപവാസം, അതിനാണ് പ്രാർത്ഥനകൾ. ഇതൊരു ഉപവാസ പ്രാർത്ഥനയല്ലെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ വചനത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, എന്നെ ദൈവം നടത്തിയതും
ആമേ, ഞാൻ പോയതുമായ വഴികളാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-10 അധ്യായങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്ന് യിരെമ്യാ പ്രവാചകന്റെ ഒരു കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് യിരെമ്യാവ് ഗ്രഹിച്ചു. എങ്ങനെയാണ് യിരെമ്യാവിന് മനസ്സിലായത്? വചനം വായിച്ചപ്പോൾ യിരെമ്യാവിന് മനസ്സിലായി. ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ ദൈവ വചനം നമ്മൾ വായിക്കുന്നവരായിട്ട് മാറണം. ഒരുപാട് സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, നല്ലതാണ്. പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്ത് ആഴമായ ദൈവവചന പഠനം നമുക്ക് ആവശ്യമാണ്. വചനത്തിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. വചനത്തിലൂടെയാണ് ദൈവം അരുളപ്പാടുകൾ അറിയിക്കുന്നത്. വചനം ദൈവത്തിന് തുല്യമാണ്, ദൈവത്തോളം പോന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അക്ഷരാഭ്യാസം പഠിച്ചു തുടങ്ങിയതാണ്. എൻ്റെ പപ്പ ആദ്യമായിട്ട് എനിക്ക് മേടിച്ചു തന്നത് ബാലരമയാണ്. പക്ഷെ എനിക്ക് അന്ന് അതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും ഇന്ന് അതിന്റെ അർത്ഥം എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. ഞാൻ 6ാം ക്ലാസ് മുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങിയതാണ്. 10ാം ക്ലാസ് ആയപ്പോൾ 1-2 വേളകൾ ഞാൻ വായിച്ചു തീർത്തു. ഇന്ന് ദൈവവചനം അനേകരോട് പ്രസംഗിക്കുമ്പോൾ യൂട്യൂബിൽ മാത്രമൊന്നുമല്ല, കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ശക്തമായി, പേരും പെരുമയും ഒന്നുമല്ല, ഒത്തിരി പേരെ ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കുവാനുള്ള ഒരു മഹൽ ശുശ്രൂഷ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഭൗതികത പ്രസംഗിക്കാറില്ല. കാരണം ഭൗതികത ദൈവം നമുക്ക് നൽകി തരുന്നതാണ്. അത് നമ്മൾ ചോദിച്ചില്ലെങ്കിലും ദൈവം തരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാനാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ അർഹമായതും ന്യായമായതും ദൈവം നമുക്ക് തരുന്നതാണ്. പിന്മാറി ആ പഴയ പടകും വലയും എല്ലാം എടുത്തുകൊണ്ട് ഗനസരത്ത് തടാകത്തിലേക്ക് പോയ തന്റെ ശിഷ്യന്മാർക്ക് പോലും അവരുടെ വള്ളവും വലയും നിറച്ച് മത്സ്യത്തെ കൊടുത്തവനാണ് നമ്മുടെ കർത്താവ്. അതിന്റെ അർത്ഥം അവരുടെ ബന്ധം ശരിയാകണമെന്നില്ലായിരുന്നു. ജീസസ് അപ്പവും മീനും എല്ലാം കൊടുത്തിട്ട് പത്രോസിനെ അരികിൽ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവത്തിന്റെ സ്തോത്രം. 1 3 പ്രാവശ്യം. എന്താ കാരണം? നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തോട് ആഴമായ ഒരു സ്നേഹം നമുക്കുണ്ടാക്കണം. പ്രൈസ് ദി ലോർഡ്. എഫെസോസിലെ സഭയോട് ദൂത് പറയുമ്പോൾ പറയുകയാണ്, അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ അപ്പോസ്തോലന്മാരെന്ന് പറഞ്ഞ കള്ള അപ്പോസ്തോലന്മാരെ നീ പരീക്ഷിച്ചറിഞ്ഞത് ഞാൻ അറിയുന്നു. പക്ഷേ നിന്റെ ആദ്യ സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ പലരെയും പഠിക്കാനും വിവേചിക്കാനും കൊള്ളാവുന്നവരാണോ കൊള്ളാത്തവരാണോ, വചനമനുസരിച്ച് ജീവിക്കുന്നവരാണോ, സർട്ടിഫിക്കറ്റ് കൊടുക്കാനും അടിമുടി നോക്കി പഠിക്കാനും ഒക്കെ നമ്മൾ മിടുക്കരാണ്. എന്നിട്ട് നമ്മൾ ആത്മീയന്മാരെന്നൊക്കെ പലപ്പോഴും നമ്മൾ നടിച്ചിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തോടുള്ള സ്നേഹം എവിടെ നിൽക്കുകയാണ്? അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ അപ്പോസ്തോലന്മാരെന്ന് പറഞ്ഞവരെ നീ പരീക്ഷിച്ച് കണ്ടു, സത്യമാണ്. പക്ഷേ നിന്റെ സ്നേഹം എവിടെയാണ്? വിവാഹം കഴിച്ച നാളുകളിലെ ആദ്യ സ്നേഹം, ആ സ്നേഹം ഉണ്ടോ? എൻ്റെ ബാല്യകാലങ്ങളിലൊക്കെ പള്ളികളിൽ പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പല അപ്പച്ചന്മാരും പല അച്ചാന്മാരും അമ്മാമ്മമാരും നടന്നാണ് പള്ളികളിൽ പോകുന്നത്. അപ്പൊ ഒരാൾ നടന്ന് ഒരു 200 മീറ്റർ കഴിയുമ്പോൾ കാണാൻ ഭാര്യ പുറകെ പോകും, ഇല്ലേ? ചിലർ 1/2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇന്ന് പിന്നെ ആരും നടന്നു പോകാറില്ല, എല്ലാവരും കാറിലായതുകൊണ്ട് വീടിന്റെ അകത്തെ അടിയും പിടിയും പ്രശ്നങ്ങളും ഒന്നും ആരും കാണുന്നില്ലെന്നുള്ളതാണ്. പക്ഷെ കല്യാണം കഴിക്കുന്ന കാലത്തോ എന്തൊരു സ്നേഹമാണ്. കൈ പിടിച്ചേ നടക്കത്തുള്ളൂ, താഴെ പോകുമോ, എന്തൊരു ഇതാണ്. ദൈവത്തെ അറിഞ്ഞ കാലത്തും യേശുവിനോട് നമുക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, കർത്താവിനോട്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പം നമ്മുടെ മനസ്സിന്റെ അകത്ത് മറ്റു പലതും കയറി നമ്മുടെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയി. ഒന്നാമത് വചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരിക. ദൈവത്തിന് സ്തോത്രം. 2, ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ സമയങ്ങൾ ശുദ്ധീകരണത്തിന്റെ സമയമാണ്. ദൈവത്തിന് സ്തോത്രം. ശുദ്ധീകരണത്തിന്റെ സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ ദൈവം ഉപയോഗിച്ചിട്ടുള്ളവരെ എല്ലാവരെയും ദൈവം ശുദ്ധീകരിച്ചതിന് ശേഷമേ ആമേൻ അവരെ ഉപയോഗിച്ചിട്ടുള്ളൂ. ദാനിയേൽ 9ാം അധ്യായത്തിൽ നമ്മളൊരു 20 വാക്യങ്ങളോളം തന്റെ പാപങ്ങൾ ഏറ്റുപറയുകയാണ്. തന്റെ പാപം, ജനത്തിന്റെ പാപം, പിതാക്കന്മാരുടെ പാപം, ഇങ്ങനെ ഏറ്റുപറഞ്ഞതെല്ലാം ഏറ്റുപറയുകയാണ്. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഈ ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് വിശ്വസ്തനായ മനുഷ്യനാണ്. ബാബേൽ എന്ന് പറയുന്ന ഒരു അന്യരാജ്യത്ത് ചെന്നിട്ട് രാജാവ് കഴിക്കുന്ന ഭോജനവും കുടിക്കുന്ന വീഞ്ഞുമൊക്കെ ഉണ്ടായിട്ട് അതൊന്നും വേണ്ട എന്ന് വെച്ച് അതിനെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞ ദൈവഭക്തനായ ഒരു മനുഷ്യൻ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കിട്ടിയാൽ ദൈവം എനിക്ക് തന്നതാണെന്ന് പറഞ്ഞ്
ദൈവത്തിന് സ്തോത്രം, വെട്ടി വിഴുകാനായിട്ടൊക്കെ ആളുകൾ നിൽക്കുന്ന കാലഘട്ടത്തിൽ അതിൽ നിന്നെല്ലാം മാറി നടന്നൊരു മനുഷ്യൻ ദൈവമുമ്പാകെ ഏറ്റുപറയുക. എന്താ കാര്യം? ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് നാം ചെന്ന് കയറുമ്പോൾ നമ്മുടെ വിശുദ്ധി അവിടെ ഒന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളൊരു വെള്ളയുടുപ്പിട്ട് നമ്മൾ പോവുകയാണ്. ആ മുഷിഞ്ഞ വസ്ത്രം നമ്മളൊരു പ്രകാശ സ്രോതസ്സിന്റെ നിന്ന് അടുത്ത് നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ അകത്തെ കറയും കളങ്കവും നമ്മൾ കാണത്തില്ല. പക്ഷെ നമ്മൾ എത്രത്തോളം ലൈറ്റിന്റെ അടുത്തോട്ട് പോകുമ്പോൾ ഒരു ചെറിയ സ്പോട്ട് പോലും ആമേൻ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ ദൈവത്തിന്റെ വിശുദ്ധിക്ക് അരികിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ലാത്തവൻ, ദൈവത്തിന് സ്തോത്രം, ആമേൻ തന്റെ ദൂതന്മാരിൽ പോലും പ്രസാദം തോന്നാത്ത ആ ദൈവത്തിന്റെ വിശുദ്ധിയുടെ അരികിലേക്ക് ഞാൻ നിങ്ങൾ നടന്നു ചെല്ലുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നോക്കുമ്പോൾ നമ്മെ അകറ്റിക്കളയുന്ന പലതുമുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കണം. ഗ്ലോറി ടു ഗോഡ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം പറയുന്നത്, ഈ ലോകത്തിലെ മാതാപിതാക്കന്മാർ തങ്ങൾക്ക് ബോധിച്ചതുപോലെയാണ് മക്കളെ ശിക്ഷിച്ചത്, എന്നാൽ നാമോ അവന്റെ വിശുദ്ധി പ്രാപിക്കുവാനാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത് ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കാനാണ്. ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച്, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിശുദ്ധിയെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ഞാനത് പറയാതിരിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല. കാരണം കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു രാത്രിയിൽ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് അനേക ശുശ്രൂഷകൾക്കുള്ള വഴിയൊരുക്കി തരും. നീ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കണം. നീ എവിടെ പ്രസംഗിച്ചാലും നീ അത് ഇൻക്ലൂഡ് ചെയ്ത് പ്രസംഗിക്കണം. നീ അത് പ്രസംഗിക്കാതെ ഒരിക്കലും ഇരിക്കരുത്. അതുകൊണ്ട് ഞാനത് കുറച്ച് സമയങ്ങൾ, ചില മിനിറ്റുകൾ ഞാനത് പ്രസംഗിച്ചിട്ട് ബാക്കി ഭാഗത്തിലേക്ക് വേഗത്തിൽ പോകാം. അതിനുശേഷം പല സ്ഥലത്തും ദൈവം എനിക്ക് അതിനുള്ള അവസരം തന്നു. ഒത്തിരി ചെറുപ്പക്കാർ പാപബോധമുള്ളവരായി ദൈവസന്നിധിയിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ദൈവം ആരാണ്? ദൈവത്തിന്റെ സിംഹാസനമാണ് വിശുദ്ധി. ഞാൻ എൻ്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സവിശേഷ ഗുണഗണങ്ങളിൽ ദൈവം കോംപ്രമൈസ് ചെയ്യാത്തതാണ് ഹോളിനെസ്, വിശുദ്ധി എന്ന് പറയുന്നത്. എൻ്റെ മെസ്സേജ് കേട്ടിട്ടുള്ള പല പ്രിയപ്പെട്ടവർക്കും അറിയാമായിരിക്കും. ഞാൻ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായവും 19-ാം അധ്യായവും ഒക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് അബ്രഹാമിന്റെ വീട്ടിൽ യഹോവയാം ദൈവം എഴുന്നള്ളി വന്നു. എന്തിനാണ് എഴുന്നള്ളി വന്നത്? തന്റെ ഭക്തനെ തേടി എഴുന്നള്ളി വന്നതാണ്. യഹോവയാം ദൈവവും തന്റെ 2 ആമേൻ ദൂതന്മാരുമായിട്ട് അവിടെ വന്നു. ആ ഭക്തന്റെ വീട്ടിൽ വന്നു. വാഗ്ദത്തം നിവർത്തിക്കാനാണ് വന്നത്. നിങ്ങളൊന്ന് നോക്കിക്കേ, ഒരു സൈഡിൽ 100 വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യൻ ദൈവത്തെ സേവിച്ച് നടത്തിയിട്ട് ഒന്നും കാണിക്കാനില്ല, മക്കളില്ല, ഒന്നുമില്ല. പക്ഷേ വിശ്വാസവും ദൈവസന്നിധിയിലെ ആശ്രയവും കൈമുതലായിട്ടുണ്ട്. ഇപ്പുറത്തൊരുത്തൻ സോദോം ഗോമോറ പട്ടണത്തിൽ പോയി താമസിക്കുകയാണ്. തട്ടിട്ട വീട്ടിൽ താമസിക്കുന്നു. മക്കളുണ്ടെന്ന് മാത്രമല്ല, മക്കളെല്ലാം വിവാഹം പോലും നിശ്ചയിച്ചിരിക്കുമ്പോൾ ആ ദൈവഭക്തനെ തേടി ദൈവം അവന്റെ കൂടാരത്തിലേക്ക് വന്നു. ക്ഷണിച്ചകത്ത് കയറി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ സ്വീകരിച്ച് വാഗ്ദത്തം കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി. പക്ഷേ സോദോം ഗോമോറ പട്ടണത്തിൽ ആ 2 ദൂതന്മാർ പോയി എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണെന്ന്? ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് തന്ന ചിന്ത ഞാൻ പറയാം. അബ്രഹാമിന്റെ വീടിന്റെ അകത്ത് ദൈവം കയറി ചെന്നു. സോദോം ഗോമോറ പാപം നിറഞ്ഞ പട്ടണത്തിന്റെ അകത്ത് ദൈവം പ്രവേശിച്ചില്ല. ദൈവത്തിന്റെ ദൂതന്മാരെയാണ് ദൈവം അവിടെ അയച്ചത്. ജീസസ്. ആ 2 ദൂതന്മാർ അവിടെ ചെന്നു. എന്തുകൊണ്ടാ? അശുദ്ധി കൊണ്ട് നിറയപ്പെട്ട സോദോം ഗോമോറ പട്ടണത്തിൽ എൻ്റെ ദൈവം കാല് ചവിട്ടിയില്ല, ദൂതനെയാണ് വിട്ടത്. നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയും, ദൂതനെ വേണം, ദൂതനെ വേണം, ദൂതനെ വേണം. തെറ്റിദ്ധാരണയാണ്. ദൈവം പോകാത്തിടത്താണ് ദൈവം ദൂതനെ അയക്കുന്നത്. പുറപ്പാട് പുസ്തകം 32-33 വാക്യങ്ങൾ നമ്മൾ കുറച്ചു മുമ്പ് ചിന്തിച്ചല്ലോ. അവിടെ ദൈവം ജനത്തിന്റെ അരികിൽ നിന്ന് കാളക്കുട്ടി ആരാധനയ്ക്ക് ശേഷം മാറി നടന്നപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഇനി ഈ ജനത്തോടു കൂടെ വസിക്കത്തില്ല, കൂടെ നടക്കത്തില്ല, ഞാൻ എൻ്റെ ദൂതനെ അയക്കും. ദൈവം പോകാത്തിടത്താണ് ദൂതനെ അയക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അകത്ത് ദൂതനെ മാത്രമല്ല, ദൈവം നമ്മളോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ആ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഞാനിതൊന്ന് വെറുതെ പറയുന്ന കാര്യമല്ല, ദൈവത്തിന് സ്തോത്രം. നമ്മൾ പാപത്തെ, നമ്മൾ പിശാചിനെ അല്ല ഭയപ്പെടേണ്ടത്. ഇന്നത്തെ കാലത്ത് പെന്തിക്കോസുകാരായ നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ്, നമ്മൾ പിശാചിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും.
പക്ഷെ ഇനിയത്തെ തലമുറയിൽ നമ്മൾ പിശാചിനെ കുറിച്ചല്ല, നമ്മൾ പാപത്തെ കുറിച്ച് പഠിപ്പിക്കണം. കാരണം എന്താണ്? പാപത്തിലാണ് പിശാചിന്റെ നിലനിൽപ്പ്. എന്നെ ഇങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് ദൈവം കൈപിടിച്ചിറക്കിയപ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ചത് ആഴമായ വിശുദ്ധിയാണ്. കാരണം ദൈവനോട് പറഞ്ഞു, സാത്താന്റെ ആ ഒരു പടക്കളത്തിലേക്ക് നീ ചുവട് വെച്ച് ഒത്തിരി പേരെ പിടിക്കുമ്പോൾ നിനക്കെതിരെ അവൻ ആയുധങ്ങളുടെ ശരവർഷം നടത്തും. പക്ഷെ വിശുദ്ധ ജീവിതം നിനക്ക് കൈമതിലായിട്ടുണ്ടെങ്കിൽ നിന്നെ തൊടാൻ ഒരു പിശാചിനും കഴിയത്തില്ല. ജീസസ് വേർപാടും വിശുദ്ധിയും കാത്തുപരിപാലിച്ച ദാനിയേലിനെയും കൂട്ടരെയും തീക്കകത്ത് കൊണ്ട് ഇട്ടപ്പോഴും അവരുടെ രോമത്തിന് പോലും ഒരു ആമേൻ ദൈവത്തിന് സ്തോത്രം സ്മെല്ല് വരുത്താൻ പോലും ആ തീക്ക് പറ്റിയില്ല. അവരുടെ ബന്ധനങ്ങൾ അടിഞ്ഞതിന്റെ കാരണം അവരുടെ വേർപാടായിരുന്നു. നമ്മുടെ വേർപാടാണ് നമ്മുടെ ശക്തി, വിശുദ്ധിയാണ് നമ്മുടെ ശക്തി, ദൈവകൃപയാണ് നമ്മുടെ ശക്തി. ഗ്ലോറി ടു ഗോഡ്, ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവത്താൽ നമ്മൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതം നിർമ്മലമായിരിക്കട്ടെ, നമ്മുടെ ജീവിതം പരിപാവനമായിരിക്കട്ടെ. ഇതൊക്കെ മനസ്സിലാക്കിയ ദൈവഭക്തന്മാരായ നെഹമ്യാവിനെ പോലെയുള്ളവർ, ദാനിയേലിനെ പോലെയുള്ളവർ പാപങ്ങളേറ്റു പറഞ്ഞെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒന്നുകൂടെ നമ്മുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. ജീസസ്, എനിക്കൊരു കാര്യം മനസ്സിലായി. 2001 ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ ഒരു നിയന്ത്രിക്കപ്പെട്ട ജീവിതത്തിലേക്ക് വന്നിട്ട് കുറച്ച് നാളുകളെ ആകുന്നുള്ളൂ. അതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. പലപ്പോഴും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്നുള്ളതിൽ നമ്മൾ തൃപ്തരായി പോവുകയാണ്. പക്ഷെ നമ്മുടെ അനുദിന ജീവിതത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുക. അതാണ് ഹോളി സ്പിരിറ്റ് കൺട്രോൾഡ് ലൈഫ്, പരിശുദ്ധാത്മ നിയന്ത്രിത ജീവിതം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ ആത്മാവ് നമ്മുടെ ഉള്ളിൽ സ്ഥിരവാസം ചെയ്ത് പോകണമെങ്കിൽ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ കോപം, ക്രോധം, കുറ്റാരം, ദേഷ്യം, അശുദ്ധമായത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ പൂർണ്ണമായും നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഇത് പരിശുദ്ധിയുടെ ആത്മാവാണ്, വിശുദ്ധിയുടെ ആത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. ആഴമായ പ്രാർത്ഥനയിലേക്കും വചനധ്യാനത്തിലേക്കും ദൈവത്തിന് സ്തോത്രം സമർപ്പണത്തിലേക്കും പോയി പാപം നമ്മുടെ മർത്യ ശരീരത്തിൽ വാഴുവാൻ അനുവദിക്കാതെ വണ്ണം കൃപയാൽ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ ജയിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉപയോഗിച്ചു തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 6, 7, 8 അധ്യായങ്ങളിലൊക്കെ പറയുകയാണ്, ആകയാൽ പാപം ഇനി നിങ്ങളുടെ അവയവങ്ങളിൽ വാഴരുത്. ആരോടാ പറഞ്ഞത്? ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യനോടല്ല പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവരോട് പറയുകയാ, നിങ്ങളുടെ അവയവങ്ങളെ അനീതിക്ക് വേണ്ടി ഇനി സമർപ്പിക്കരുത്, നിങ്ങളുടെ അവയവങ്ങളിൽ വാഴാൻ നിങ്ങൾ സമ്മതിക്കരുത്. ഗ്ലോറി ടു ഗോഡ്. പാപം വാഴാൻ ശ്രമിക്കുകയാണ്, മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണ്, റൂൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഓവർകം ചെയ്യാൻ ശ്രമിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആമേൻ ദൈവത്തിന് സ്തോത്രം പരിജ്ഞാനത്താൽ ഈ ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ആദ്യത്തെ ഗതി അവസാനത്തെക്കാൾ വലുതാകും. കുടുങ്ങാൻ സാധ്യതയുണ്ട്, തോക്കാൻ സാധ്യതയുണ്ട്, വീഴാൻ സാധ്യതയുണ്ട്. എബ്രായ ലേഖനം പഠിച്ചാൽ ആത്മീക മന്ദത ബാധിക്കാൻ സാധ്യതയുണ്ട്, പിന്മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇതിന്റെ എല്ലാം കാരണം ദൈവമോ ആത്മാവോ അല്ല, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ എടുക്കുന്ന തെറ്റായ തീരുമാനവും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള നമ്മുടെ യാത്രകളുമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ ദൈവഭക്തന്മാരായ 5 പേർ ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എത്ര ദിവസം ഉപവസിച്ചു എന്നറിയത്തില്ല, എത്ര ദിവസം പ്രാർത്ഥിച്ചു എന്നറിയത്തില്ല. വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. സ്തോത്രം. ആ പ്രാർത്ഥനയുടെ ഒടുവിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ആമേൻ, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. അനന്യാസ് വന്ന് ദൂത് പറഞ്ഞപ്പോൾ മുതൽ വേല ചെയ്യുന്ന ഒരാളാണ് പൗലോസ്, അല്ലേ? അപ്പൊ ഇവിടെ എന്തിനാണ് ഒരു സെപ്പറേഷൻ? എന്തിനാണ് ഇവിടെ തിരിച്ചത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ദൈവം നമ്മിലൂടെ ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാലം കഴിഞ്ഞു, സമയം കഴിഞ്ഞു എന്ന് നമ്മൾ പറയരുത്. ഒരിക്കൽ വിളിയുണ്ടായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയരുത്. അതിനപ്പുറത്ത് ദൈവത്തിന് സ്തോത്രം, ഇനിയും ദൈവം ചിലത് ചെയ്യാനുണ്ട്. ഇന്ന് രാത്രിയിൽ സമയം ദൈവത്തിന് സ്തോത്രം മുൻപോട്ട് പോകുന്നല്ലോ. എനിക്കൊന്നൊരു 10 മിനിറ്റ് കൂടെ മാത്രമേ എൻ്റെ മുൻപിലുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആ 10 മിനിറ്റ് കൊണ്ടുകൂടെ ഈ സന്ദേശം ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്.
ശൗലിനെയും ബർന്നബാസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം, വേലയ്ക്ക് അവരെ വേർതിരിപ്പീൻ എന്ന് ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. പറഞ്ഞ പ്രവാചകന്റെ പേരില്ല. ജീസസ്. തലയിൽ കൈവച്ചത് അനന്യാസാണ്. അനന്യാസ് പറഞ്ഞ ദൂതുണ്ട്, പക്ഷെ പറഞ്ഞ വ്യക്തിയുടെ പേര് വിടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിന് മേൽ നിയന്ത്രണം ഏറ്റെടുത്താൽ ആര് പറയുന്നു എന്നുള്ളതല്ല, ഏത് വ്യക്തി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതല്ല, മഹത്വം മുഴുവനും കർത്താവിനാണ്. നമ്മിലൂടെയൊക്കെ ദൈവനാമം മഹിമപ്പെടട്ടെ. പാസ്റ്റർ റെൻസൺ പ്രസംഗിച്ചു എന്നുള്ളതല്ല, ആര് ശുശ്രൂഷിച്ചു എന്നുള്ളതല്ല, ആര് ലീഡ് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇന്ന് രാത്രിയിൽ എന്റെയും നിങ്ങളുടെയും നാവൊക്കെ ദൈവത്തിന്റെ നാവായി മാറ്റപ്പെടുവാനായിട്ടിടയായി തീരട്ടെ. ഗ്ലോറി ടു ഗോഡ്. എൻ്റെ ഒരുപാട് ആത്മീക ദൂതുകൾ എൻ്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം വചനം ഇങ്ങനെ തിരതള്ളൽ പോലെ ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് എന്നോട് ഇങ്ങനെയാണ് ഓരോ വചനത്തിലൂടെ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. പ്രവാചകനായ യെശയ്യാവിന്റെ ജീവിതത്തിൽ ഞാനൊരു മെസ്സേജ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതൊന്നും മെസ്സേജ് ചെയ്യാനല്ല, ഞാൻ ഇരിക്കെ പ്രാർത്ഥിക്കാൻ ഒരിടത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എനിക്ക് തന്ന ആത്മീക വെളിപ്പാടാണ്. വേദപുസ്തകത്തിന്റെ വേദപുസ്തകം എന്നറിയപ്പെടുന്ന ഒരു പുസ്തകമാണ് പ്രവാചകനായ യെശയ്യാവിന്റെ പുസ്തകം. 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇരിക്കുന്ന ഒരു ദൈവിക ദർശനം തനിക്കുണ്ടായി. സെറാഫുകൾ ആരാധിക്കുന്നത് താൻ കണ്ടു. ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ സാധാരണ പറയുന്നത് പോലെ നമ്മളൊരു 10 പേര് പാട്ടുപാടിയാൽ കൂടെ പാട്ടുപാടും, 10 പേര് തുള്ളിച്ചാടിയാൽ നമ്മൾ കൂടെ തുള്ളിച്ചാടും. പക്ഷേ ഈ ദൈവ മനുഷ്യൻ കൂടെ തുള്ളിച്ചാടിയില്ല, കൂടെ ആരാധിച്ചില്ല. താൻ തന്നെ കണ്ടുണർന്നു. അയ്യോ, ഞാൻ നശിച്ചു, അശുദ്ധിയുള്ള അതരങ്ങളുള്ള മനുഷ്യൻ എന്ന് ദൈവസന്നിധിയിൽ കണ്ടപ്പോൾ സെറാഫുകളിൽ ഒന്ന് യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു കനലെടുത്ത് യെശയ്യാവിന്റെ നാവിൽ തൊട്ടിട്ട്, നിന്റെ നാവിന് ശുദ്ധി വന്നു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? എനിക്ക് വേണ്ടി പോകുമെന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ഒരു ശബ്ദം യെശയ്യാവ് കേട്ടു. യെശയ്യാവിന്റെ കുറവ് ദൈവം വെളിപ്പെടുത്തിയില്ല, യെശയ്യാവിന്റെ കുറവ് സെറാഫ് വെളിപ്പെടുത്തിയില്ല. നമ്മൾ പറയുന്നത് സഭയുടെ ദൈവദാസൻ എന്റെ കുറവ് വെളിപ്പെടുത്തട്ടെ, ദൈവം എന്റെ കുറവ് വെളിപ്പെടുത്തട്ടെ. ഞാൻ പറയട്ടെ, എന്റെയും നിങ്ങളുടെയും കുറവ് എന്താണെന്ന് ആരും വെളിപ്പെടുത്തണ്ട. നമുക്ക് നന്നായിട്ട് അറിയാം. ജീസസ്. നമുക്ക് നന്നായിട്ട് അറിയാം എവിടെയാണ് നമ്മൾ പുറകിലേക്ക് പോയിരിക്കുന്നത്. അതൊന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ ചില ദൈവശബ്ദം നമ്മൾ കേൾക്കും. അതിനുശേഷം പിന്നീട് അദ്ദേഹം വളരെ ശക്തനായ ഒരു പ്രവാചകനായി മാറി. പ്രവാചകനായ യോനായെ പലതവണ കറക്റ്റ് ചെയ്യാൻ ദൈവം ശ്രമിച്ചു. ഒരാവണക്ക് തനിക്ക് തണലിന് വേണ്ടി ദൈവം മുളപ്പിച്ചിട്ട് ഒരു പുഴുവിനെ അതിൻ്റെ അകത്ത് വിട്ട് കുത്തിക്കീറി ചൂടടിപ്പിച്ച് നോക്കി. ആമേൻ. കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു, കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഒടുവിൽ നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. ഞാൻ ജീവപര്യന്തം കോപിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെ ശുശ്രൂഷയിലേ നമ്മൾ കാണുന്നില്ല. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ശബ്ദത്തിന്റെ മുമ്പിൽ നമ്മുടെ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ ഒന്നുമല്ല. ഉപദേശകനായിക്കൊള്ളട്ടെ, പ്രവാചകനായിക്കൊള്ളട്ടെ, വർഷങ്ങളുടെ പാരമ്പര്യം നമുക്കുണ്ടായിരിക്കട്ടെ. നാഥ, എന്നോട് സംസാരിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ, എന്റെ പാപങ്ങളെല്ലാം ഏറ്റു പറയണമേ എന്ന് പറഞ്ഞു നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചിരിക്കുന്ന എന്റെ വേലയ്ക്ക് പരിശുദ്ധാത്മാവ് വേർതിരിക്കാൻ പറഞ്ഞു. ആരാണ് പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല. അതാണ് എന്നെ ചിന്തിപ്പിച്ചത്. വേദപുസ്തകത്തിന്റെ ദൂത് പറഞ്ഞവരുടെ പേരുണ്ട്, പക്ഷെ ഇവിടെ പേരില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുകയാണ്, പരിശുദ്ധാത്മാവ് വരെ പറഞ്ഞയച്ചു. സഭയെ അയച്ചെന്നോ, സംഘടനയെ അയച്ചെന്നോ, ഓർഗനൈസേഷൻ അയച്ചെന്നോ, ആരെങ്കിലും സപ്പോർട്ട് കൊടുത്ത് അയച്ചെന്നോ ഒന്നുമല്ല. ആ മിനിസ്ട്രി സക്സസ്ഫുൾ ആകാനായിട്ടുള്ള കാരണം ചിലരുടെ കണ്ണുനീരും ഉപവാസവും സമർപ്പണവുമാണ്. ആളിന്റെ എണ്ണത്തിലല്ല ദൈവം ഇടപെടുന്നത്, ആത്മാവിന്റെ ഒരുക്കത്തിന്റെ അകത്താണ്. യെശയ്യാവും യെഹസ്കേലും ദാനിയേലും സമകാലികന്മാരാണെന്നാണ് പറയുന്നത്. യെഹസ്കേലിന് മനസ്സിലായില്ല യഹൂദന്റെ പ്രവാസം 70 വർഷം കൊണ്ട് തീരുമെന്ന്. പക്ഷേ പുസ്തകം പഠിച്ച ദാനിയേലിന് മനസ്സിലായി 70 വർഷം കൊണ്ട് പ്രവാസം തീരുമെന്ന്. എല്ലാവരോടും എല്ലാം ദൈവം ഇടപെടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ദൈവം നമ്മളോട് ഇടപെടുന്ന മേഖലകളിൽ ആ ശബ്ദം കേൾക്കാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരസ്പരം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കും. അവസരം തന്ന കർത്താവിന്റെ ദാസന്, കുടുംബത്തിന്, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു എല്ലാ പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. കടന്നു വന്ന പ്രിയ കർത്തദാസനുള്ള സ്നേഹത്തെയും നന്ദിയും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ദൂതുകൾക്കായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്തദാസനോടെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടു വന്നതിന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അവിടെ അപ്പോസ്തല പ്രവൃത്തി 13:6 പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ഇന്ന്
അവരെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പൂർണ്ണ നിയന്ത്രണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നമുക്ക് ആവശ്യമാണ്. അനവധി കാര്യങ്ങൾ ദൈവദാസനുടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെട്ടു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്നതായിരിക്കുന്ന ദൈവിക ദൂതുകൾ, സത്യങ്ങൾ കർത്താവ് നമ്മളോട് ഇന്ന് രാത്രികാലം ഇടപെട്ടതിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആ മിഷണറി യാത്രയിൽ ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളും പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള ഒരു ജീവിതമായിരുന്നു അപ്പോസ്തലനായ പൗലോസിൻ്റേത്. തുടങ്ങിയ സമയം മുതൽ അവസാന സമയം വരേക്കും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി നാൾക്ക് നാൾ ശൗല് ബലപ്പെട്ടു വന്ന ആത്മാവിൽ എന്നാണ് തിരുവചനം എഴുതിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ ആത്മാവിൻ്റെ ശക്തി കുറഞ്ഞു പോകുവാനല്ല, നമുക്ക് നാൾക്ക് നാൾ അത് ബലപ്പെട്ടു വരുവാൻ. അബ്രഹാമിൻ്റെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരുന്നു. ഇന്ന് പലരുടെയും ശരീരം ക്ഷയിക്കുമ്പോൾ, ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിലെ ആ ബന്ധത്തിൻ്റെ ശക്തി ക്ഷയിച്ചു പോകും. അവർ വിശ്വാസം കുറഞ്ഞു പോകും, ആത്മാവിൻ്റെ ശക്തി കുറഞ്ഞു പോകും, അവരുള്ള ദൈവിക ദർശനം നീങ്ങിപ്പോകും. പക്ഷേ ഈ ദിവസങ്ങളും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാണ് പോകുന്നത്. നമ്മുടെ ശരീരം ക്ഷയിച്ചേക്കാം, പക്ഷേ നാൾക്ക് നാൾ നമ്മൾ പുതുക്കം പ്രാപിക്കുന്നവരാക്കി ദൈവം നമ്മളെ മാറ്റും. പുറമേ നമ്മൾ ക്ഷയിച്ചാലും അകമേ നമ്മളെ പുതുക്കുന്നൊരു പരിശുദ്ധാത്മാവുണ്ട്, നമ്മളെ നടത്തുന്നൊരു പരിശുദ്ധാത്മാവുണ്ട്, നമ്മളെ ശക്തിപ്പെടുന്നൊരു പരിശുദ്ധാത്മാവുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം എത്ര അധികമാണ് നമുക്ക് ഇന്ന് രാത്രികാലം പറഞ്ഞാൽ തീരത്തില്ല. അത്രയധികം ആ പരിശുദ്ധാത്മാവിന് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഈ ദിവസങ്ങളിലും കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങൾ എവിടെയെങ്കിലും സമർപ്പിക്കാനുണ്ടെങ്കിൽ ഇത് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാം. ജീവിതത്തിന് ഏതെങ്കിലും മണ്ഡലത്തിൽ ദൈവവുമായിട്ട് രമ്യതപ്പെടുവാൻ, രമ്യതയ്ക്ക് ദൈവവുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൽ എവിടെയെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ, കുറവുകളുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ അന്ന് അവിടുന്ന് വെളിപ്പെടുത്തണമേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവിനെ ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കുവാൻ അതേ ഇടയാകാതെ തക്കവണ്ണം ഈ ദിവസങ്ങൾ സൂക്ഷിക്കുവാൻ, പ്രത്യേകിച്ച് പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അത് പാസ്റ്റർ പറഞ്ഞു, അതേ ആ കർത്തദാസൻ നമ്മൾ കേട്ടു, വിശുദ്ധി വളരെ പ്രാധാന്യമേറിയ കാര്യമാണ്. ആ സാത്താന്യ ശക്തിയുടെ അല്ലെങ്കിൽ ആ അവൻ്റെ നിയന്ത്രണം, എവിടെ പാപമുണ്ടോ അവിടെയായിരിക്കും നിയന്ത്രണം. അതിൽ നിന്നും നമ്മളെ തൊടുവാൻ കഴിയാതിരിക്കുക, നമ്മളെ നിയന്ത്രിക്കാൻ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾക്ക് സാധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആ മണ്ഡലം തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് എത്ര വലിയ പൈശാചികമായ മണ്ഡലമാണെങ്കിലും അത് നമ്മളെ വിട്ടുമാറിയാൽ മതിയാകും. നമ്മുടെ ശക്തി കൊണ്ട് കഴിയത്തില്ല, പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ. പരിശുദ്ധാത്മാവിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ മരിപ്പിക്കുവാൻ, പാപജഡത്തെ ഈ ദിവസങ്ങൾ ക്ഷേമെടുക്കുവാൻ. പ്രിയ നമ്മൾ കേട്ടതുപോലെ ഈ ദിവസം ആത്മാവിൽ നടത്തപ്പെട്ടവരായി തീരുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലും അതേ പ്രസംഗിക്കരുത് എന്നാണ് പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അതിനുവേണ്ടി അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, സമർപ്പിക്കുവാൻ, അതേ ആ ദൈവശബ്ദത്തിന് മുമ്പിൽ കീഴടങ്ങുവാൻ അപ്പോസ്തലനായ പൗലോസ് തയ്യാറായി. ഇന്ന് പലർക്കും ജഡത്തിലാണ് പലരും ഇന്ന് ദൈവത്തിൻ്റെ വേല പലരും ചെയ്യുമ്പോൾ, ഇന്ന് ആത്മാവിൽ നമ്മൾ നയിക്കപ്പെടുവാനായിട്ട്, ആത്മാവിൽ തുടങ്ങി ആത്മാവിൽ തന്നെ അവസാനിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രത്യേകിച്ച് കർത്തദാസനായിട്ട് പ്രാർത്ഥിക്കാം. കടന്നു എല്ലാവരെയും ദൈവങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കേൾപ്പിക്കപ്പെട്ട ആ ദൈവിക ആലോചനയ്ക്ക് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിലും കർത്താവേ, ഞങ്ങൾ ആയിത്തീരണമാണ് ആത്മീയമായ മണ്ഡലത്തിൽ. ഞങ്ങൾ കേവലം ബാലന്മാരായിട്ടോ അല്ലെങ്കിൽ ശിശുക്കളായിട്ടോ ഇരിക്കുവാനല്ല, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, ക്രിസ്തുവിൻ്റെ ചായയിലേക്ക് മാറ്റപ്പെടുവാൻ ആണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ വിളി തിരഞ്ഞെടുപ്പിനായിട്ട് നമുക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, സമർപ്പിക്കുന്ന കർത്താവേ, ഐ ഹാവ് എൻ ഓഫർ മൈ സെൽഫ് ലോർഡ്. ആരെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇന്ന് ഏൽപ്പിച്ചാൽ, കർത്താവേ എന്നെ ഒന്ന് പണിതെടുക്കണം. കർത്താവേ, ഞാൻ ആയിത്തീർന്നിട്ട് എനിക്ക് ഇനിയും നമ്മൾ കർത്താവിൻ്റെ പ്രത്യേകിച്ച് കർത്താവിനെ കേട്ട പോലെ ഇഫ് യു ആർ അവൈലബിൾ, ദൈവത്തിന് വേണ്ടി നമ്മൾ അവൈലബിൾ ആണോ? നമുക്ക് 24 മണിക്കൂർ കർത്താവ് തന്നിട്ടുണ്ട്. എത്രമാത്രം നമ്മൾ കർത്താവിന് വേണ്ടി അവൈലബിൾ ആണെങ്കിൽ ഗോഡ് ഈസ് അവൈലബിൾ ഓൾവേസ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് നമ്മളെ തന്നെ അവൈലബിൾ ആക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ പുതുക്കാം. വചന ധ്യാനങ്ങൾ ഈ ദിവസങ്ങളിൽ വർദ്ധിക്കട്ടെ. ദൈവത്തിന് ആത്മാവ് നമ്മളെ പണിതെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രീതി കർത്തദാസനായി പ്രാർത്ഥിക്കാം. പ്രീതിദാസനെ കർത്താവ് കുട്ടിവേദനെ ഓർത്ത് ഒരിക്കൽ കൂടി ദൈവത്തെ സ്തോത്രം ചെയ്യും. താങ്ക് യു പാസ്റ്റർ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ അരുൺ വിൽസൺ പാസ്റ്റർ നമ്മുടെ മധ്യമുണ്ട്. പ്രിയ കർത്തദാസനെ പ്രാർത്ഥിച്ച് സഹായിക്കാമെങ്കിൽ പ്രിയ ദേവദാസൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിൽ
കർത്താവെ ആയിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ നന്നായി ആത്മീയ ഗീതങ്ങൾ ആലപിച്ച് ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. തുടർന്ന് അങ്ങയുടെ ദാസൻ മുഖാന്തരം ദൈവ വചനം കേൾപ്പാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ. അതോട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ആ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ ഒരിക്കൽ കൂടി ഇന്ന് രാത്രി സമർപ്പിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ പോലെ അല്ല കർത്താവ്, വീണ്ടും വീണ്ടും പുതുക്കം പ്രാപിച്ച് അങ്ങക്ക് അവൈലബിൾ ആകുന്ന കർത്താവ്, അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന അത് കർത്താവ്, അതിന്റെ 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 ആ ഇന്റൻഷൻ, അങ്ങ് പറയുന്നതിന്റെ ആ സത്യം, അതിലുള്ള സ്നേഹം, അതിന്റെ ആ നിയോഗം ആത്മാവിൽ ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിനങ്ങൾ മുന്നേറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, കർത്താവെ സമർപ്പിക്കുന്നു പിതാവേ. ഹല്ലേലൂയ, അവർ ഒരുമിച്ച് കൂടിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരോട് സംസാരിച്ചല്ലോ. അവർ ഉപവസിച്ചപ്പോൾ, അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ ദൈവത്തിന്റെ ആത്മാവ് സഭയോട് സംസാരിച്ചല്ലോ. അങ്ങയുടെ ദാസന്മാരെ വിളിച്ച് വേർതിരിച്ചല്ലോ. ഈ നാളുകളിൽ ഞങ്ങളുടെ സഭകളൊക്കെയും ദൈവ ശബ്ദം കേൾക്കുന്ന സഭകളായി മാറട്ടെ കർത്താവെ. ഞങ്ങളുടെ സഭകളെല്ലാം മിഷണറിമാരെ, പ്രവാചകന്മാരെ, കർത്താവെ സ്തോത്രം, ഇടയന്മാര്, ഉപദേഷ്ടക്കന്മാരൊക്കെ വേർതിരിക്കുന്ന സഭകളായി മാറട്ടെ കർത്താവെ. അതുപോലെ ദൈവശബ്ദം കേൾക്കുന്ന അനുഭവങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് നൽകണം. ദൈവശബ്ദം കേൾക്കുന്ന സഭകളാക്കി അങ്ങ് ഞങ്ങൾ മാറ്റണമേ. വ്യക്തിപരമായ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നവരാക്കി അങ്ങ് ഞങ്ങളെ ഈ ദിനങ്ങൾ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ തന്നെ എന്ന് ഞങ്ങൾ കർത്താവെ തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ ഞങ്ങളുടെ മാനുഷിക കഴിവുകളേക്കാൾ, ഞങ്ങളുടെ ബലത്തേക്കാൾ, ഞങ്ങൾ പഠിച്ചു വെച്ച, ഞങ്ങൾ നിരൂപിച്ച കർത്താവ്, ഞങ്ങളുടെ എക്സ്പീരിയൻസിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ ആത്മാവ് അങ്ങയുടെ ഹിതം അറിയുവാനും മുന്നേറുവാനും ഇത് നിങ്ങൾ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ച സ്തോത്രം ചെയ്യുന്നു കർത്താവ്. അങ്ങേക്ക് അങ്ങയുടെ കരങ്ങളിൽ എപ്പോഴും അവൈലബിൾ ആയി തീരുവാൻ ഹല്ലേലൂയ കർത്താവെ, വിശുദ്ധപാത്രമായി ഉടമസ്ഥന് പ്രയോജനമുള്ള കർത്താവെ, ഉടമസ്ഥന് ഉപയോഗിക്കാവുന്ന മാനപാത്രങ്ങളായി, വിശുദ്ധപാത്രങ്ങളായി അങ്ങ് ഞങ്ങളെ വീണ്ടും പണിയുകയും അങ്ങ് ഞങ്ങളെ നടത്തുകയും ചെയ്യുന്നതിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, നാളെ ദൈവസഭകൾ യഥാസ്ഥാനപ്പെടുത്തണമേ. ദർശനം നഷ്ടപ്പെട്ട് കർത്താവേ, ഹല്ലേലൂയ, വചനത്തിൽ നിലനിൽക്കാൻ ദർശനം നഷ്ടപ്പെട്ട് പിന്മാറിപ്പോകുന്ന ഒരു തലമുറയുടെ മധ്യേ അങ്ങയുടെ നാമത്തിന് വേണ്ടി അങ്ങയുടെ വചനത്തിന്റെ അടിസ്ഥാനം ഇടുവാനും അങ്ങയുടെ ആത്മാവിന്റെ നടത്തിപ്പിൽ, ആത്മനിയോഗത്തിൽ മുന്നേറുവാനും, ആത്മാവ് നിറഞ്ഞ അങ്ങയുടെ പ്രവൃത്തികൾ ചെയ്യുവാനും ഈ ദിനങ്ങളിൽ കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് അങ്ങ് സഹായിക്കുന്ന അങ്ങയുടെ ദയക്കായി നന്ദി പറയുന്നു പിതാവേ. തിരുവചനം സംസാരിച്ച് അങ്ങയുടെ ദാസനെ ഓർത്ത് സ്തോത്രം കർത്താവേ. അങ്ങയുടെ സത്യവചനം, പത്യവചനം അങ്ങയുടെ ആത്മനിറവിൽ നിന്ന് കർത്താവ് കർത്താവ് അങ്ങ് സംസാരിപ്പാൻ അവസരങ്ങൾ ഒരുക്കുമല്ലോ. അങ്ങയുടെ ദാസൻ ഈ നാളുകളിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവ്. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരം വീണ്ടും കർത്താവെ പുതുക്കും, അതിനെ പണിയുമെന്ന് അങ്ങയുടെ വചനമുണ്ടല്ലോ. അങ്ങയുടെ സഭയുടെ ദൈവ കർത്താവ് ആത്മീയ പണിക്കായി, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി, തേജസ്സല്ല തേജസ്സേറിയ ശുശ്രൂഷയുടെ മഹത്വത്തിന്റെ ഒരു വേലക്കാരനായി കർത്താവ്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി, ദൈവത്തിന് കൊള്ളാവുന്നതിനുമായി ശക്തമായി വരും തലമുറയോട് അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ വചനം ഘോഷിപ്പാൻ, അനേകരെ പണിയുവാൻ എന്റെ ദൈവം തന്റെ ദാസനെ വീണ്ടും അങ്ങയുടെ കരങ്ങൾ എടുക്കുന്നുണ്ട്. സ്തോത്രം. ആ കുടുംബത്തെ ഓർത്ത് സ്തോത്രം, ആ പ്രവർത്തന മേഖലയോടോർത്ത് സ്തോത്രം, ചർച്ചിനെ ഓർത്ത് സ്തോത്രം. ഇന്ന് ഈ രാത്രി ഓൺലൈനിലൂടെ ഹല്ലേലൂയ വചനം കേട്ട കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരോർത്ത് സ്തോത്രം. ഞങ്ങളുടെ മറ്റുള്ള ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ അവരെ സൗഖ്യമാക്കണമേ. അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കരം നീട്ടി അവർ സൗഖ്യമാകട്ടെ. പ്രതിസന്ധികളായിരിക്കുന്നവരെ വിടുവിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ അതിൽ നിന്ന് വിടുവിക്കണമേ അപ്പ. കർത്താവേ, സമ്പൂർണ്ണ സമാധാനവും നന്മയും അനുഗ്രഹങ്ങളും എല്ലാം അങ്ങയുടെ ജനത്തിന് മേൽ പകരണമേ. കുടുംബ സമാധാനം നൽകണമേ. തലമുറയോട്ട് ഭാരപ്പെടുന്നവരുടെ മേൽ ദൈവത്തിന്റെ കരം നീട്ടണമേ. ജോലിയുടെ ബുദ്ധിമുട്ടുള്ളവരുടെ മേൽ ദൈവത്തിന്റെ കരം നീട്ടണമേ. ഇന്ന് രാത്രി ഇങ്ങനെ ചെയ്യുന്ന കരുണയ്ക്കായി സ്തോത്രം. കർത്താവ്, ജോൺ നിതിൻ പാസ്റ്റർക്കായി സ്തോത്രം, അങ്ങയുടെ ദാസിക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഗീതങ്ങൾ ആലപിച്ച ഞങ്ങളുടെ മധ്യേ കൂടി വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ്, ഗൾഫിലും ഇവിടെയും ഇന്ത്യയുടെ പല സ്ഥലങ്ങളായി അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. നല്ല വചനങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവ്. അങ്ങയുടെ മുഖം അന്വേഷിപ്പാൻ വീണ്ടും ഞങ്ങളെ സഹായിക്കണം. അങ്ങ് ഞങ്ങളെ വീണ്ടും നിയോഗിച്ച് അങ്ങയക്കണം കർത്താവ്. അങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം, മഹത്വം കർത്താവിന് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് പ്രാർത്ഥനയായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഒരു പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി നമുക്ക് മടങ്ങിപ്പോകാം. ശക്തിയാലെ നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ
പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ട് നിറയ്ക്കണേ പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. തിരുകൃപയല്ലോ ശരണമതിന്നിൽ വൻകടങ്ങൾ അകറ്റാൻ കഴിവുള്ള പരനെ. തിരുകൃപയല്ലോ ശരണമതിന്നിൽ വൻകടങ്ങൾ അകറ്റാൻ കഴിവുള്ള പരനെ. ആത്മസന്തോഷം കൊണ്ട് നിറയ്ക്കണേ പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ. മായയാമിലോകം താരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ, തിരുരാജ്യ ചേരാൻ. മായയാമിലോകം താരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ, തിരുരാജ്യ ചേരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെന്നെ പണിയുക പരനെ, തിരുഹിതം പോലെ. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെന്നെ പണിയുക പരനെ, തിരുഹിതം പോലെ. ആത്മസന്തോഷം കൊണ്ട് ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം, ആ ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ. ആത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ ശക്തരായി തീരാൻ. ശക്തിയാലെ ഇന്ന് ആത്മസന്തോഷം ആത്മചൈതന്യം ആ ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ ശക്തരായി തീരാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലവും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യ ഉള്ളതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമ്മൾ പിരിയുന്നെങ്കിലും ആ പിരിയാത്ത സാന്നിധ്യം നമ്മുടെ എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. നൽകി തന്ന നല്ല സമയത്തിനായിട്ട് ദൈവത്തെ നമുക്കൊരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം. കേൾപ്പിക്കപ്പെട്ട എല്ലാ ദൈവിക വചനങ്ങൾക്കായിട്ടും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദിവസങ്ങളിലും നമ്മളെ മുന്നോട്ട് നടത്തുവാൻ കർത്താവിൻ്റെ പദ്ധതിക്കുള്ളിൽ തന്നെ നമ്മളായിരിക്കാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിർവടിയായി ജീവിതങ്ങളുടെ മേൽ നിവൃത്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാകട്ടെ. തിരുവചനം ആമേ സംസാരിച്ച കർത്തദാസനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയും കർത്താവ് കരം വെച്ച് ആശീർവദിച്ച് നമ്മളെ മടക്കി അയക്കുന്നതിനായി സ്തോത്രം. ഹാലിൽ വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ കഴിയാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിൻ്റെ തന്നെ സർവ്വകാലത്തിനും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ക്രിസ്തയേശു മുഖാന്തരം ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനാം യേശുക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിച്ചമേ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും ഇവിടെ എല്ലാവരും കൂടെ കർത്താവിൻ്റെ വരുവരേക്കും കൽപ്പിക്കപ്പെട്ടോടും ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരും കൂടിയിരിക്കുമാറാകട്ടെ. ക്രിസ്തയേശു മുഖാന്തരം ഈ ദിവസങ്ങളും നമ്മളെ ജയത്തോടെ ദൈവം നടത്താൻ പോകുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവേ വരണമേ, മാറാനാഥ. കർത്താവിൻ്റെ ശാലവും കർത്താവിൻ്റെ സമാധാനം എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലം നമുക്ക് എല്ലാവർക്കും ദൈവം നൽകുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇങ്ങോട്ടല്ലെന്നോ?